കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിങ്ങനെ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിയല്ലോ. ഒരു സാക്ഷ്യം കൂടി നിങ്ങളുടെ അടുക്കൽ എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് സാവകാശം ഒരുക്കി തന്നു. നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്കായിട്ട് തന്റെ സാക്ഷ്യം പങ്കുവെക്കുവാനായിട്ട് ലഭിക്കുവാനിടയായി. ഞാൻ ചിന്തിക്കുന്നു, ഈ ദിവസങ്ങളിലൊക്കെ തന്റെ മകളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളും കർത്താവ് ഓരോ ദിവസവും കൊടുത്ത വിടുതലുകളും അധികമായിട്ട് നമ്മുടെ മുൻപാകെ പ്രസ്താവിക്കുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസി വിനീറ്റ പോൾസൺ നമ്മോടൊത്ത് ദോഹയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് ഞാൻ ആത്മാർത്ഥയോടെ ഒരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യ കൂടാരത്തിൽ വന്ന് സാക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവർ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നും പോകരുത്. അപ്പോൾ തന്നെ ഇതുവരെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഒക്കെ അറിയിക്കണം. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമായിരിക്കും. ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എൻകറേജും ആയിരിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അധികം മുഖവര പറഞ്ഞ സമയം കളയുന്നില്ല. കർത്താവിന്റെ ദാസി തന്നെ നമുക്ക് ഇന്ന് പകൽക്കാലം തന്നെ പരിചയപ്പെടുത്തും. മാത്രമല്ല, അനേകർക്ക് ഒരാശ്വാസവും തണലുമായി ശുശ്രൂഷയിൽ ഒക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറകളാണ്. കൃപയാൽ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതും ദൈവമക്കളായിരിക്കുന്ന നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആകയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് ഇന്ന് പകൽക്കാലത്തെങ്കിൽ വിനീറ്റ പോൾസനെ ഞങ്ങൾ വളരെ ആദരവോടും തികഞ്ഞ സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. മോളെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങളോടൊത്ത് സാക്ഷ്യം പങ്കുവെക്കുവാൻ കടന്നു വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർത്തും അനുഗ്രഹമായ ഒരു നിമിഷങ്ങളായിരിക്കും. ഞാന് ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് സാക്ഷ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് മോളെ സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കുകയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങളെയും കർത്താവ് ജീവിതത്തിൽ നടത്തിയ വിധങ്ങളെയും നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുന്ന ലെവലിൽ ഇന്ന് പകൽക്കാലം കർത്താവ് കരങ്ങളിൽ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങൾ ഒരു നിമിഷം അങ്ങയുടെ പൈതലിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ദാസിയോട് കരുണ കാണിക്കണമേ. കർത്താവ് ഇതുവരെയും നടത്തി പരിപാലിച്ചു. ആരോഗ്യം കൊടുക്കണമേ കർത്താവെ. സംസാരിപ്പാൻ ബലം കൊടുക്കണമേ. ഒരു വിധത്തിലും കർത്താവെ ഞങ്ങളുടെ നെറ്റ്വർക്കും ഞങ്ങളുടെ സിസ്റ്റവും ഒക്കെ നന്നായി ചലിക്കുവാൻ ഇടയാക്കണമേ. ഒന്നിനും ഒരു പ്രയാസം ഉണ്ടാകാതെ കർത്താവെ ഈ സാക്ഷ്യം തുടങ്ങുന്ന സമയം തൊട്ട് തീരുന്നത് വരെയും ദൈവകൃപ കൂടെ ഇരിപ്പാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോളെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലവും പേരും ചെറുപ്രായത്തിലെ വീട്ടിലാരൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം നൽകിയ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇതുപോലെ ദൈവം ഈ അവസരം ഒരുക്കി തന്ന വചനദീപ്തി സാക്ഷ്യകൂടാരം എന്ന് പറഞ്ഞ ഇതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മലയാളി ആണെങ്കിലും ഞാൻ ജനിച്ച തൃശ്ശൂരാണെങ്കിലും ഞാൻ വളർന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഈ പറഞ്ഞ രാജ്യങ്ങളാണ് ഞാൻ വളർന്നത്. ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ദൈവം നന്ദി പറഞ്ഞ ഞാൻ ജനിച്ചത് തൃശ്ശൂര്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പപ്പ റെയിൽവേയിലായിരിക്കണ കാരണം ഞങ്ങൾ അവിടുന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ആദ്യം മണേന്ദ്രഗഡ്, പിന്നെ അവിടുന്ന് ബിലാസ്പൂര്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറ്റം ദൈവം പപ്പയ്ക്ക് തന്ന പോലെ ഞങ്ങൾ മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ജീവിതം വന്ന ഓരോരോ സമയങ്ങൾ പല ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണെങ്കിലും ആ എല്ലാ സിറ്റുവേഷനിലും മാറാത്തൊരു ദൈവം, മാറുന്ന എല്ലാ സിറ്റുവേഷനിലും
മാറാത്ത ഒരു കർത്താവായി ദൈവം എന്റെ കൂടെ ഇരുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ചെറുപ്പം കാലം എന്ന് പറയുകയാണെങ്കിൽ, അത് ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് മമ്മി, പപ്പ, ഞാൻ, എനിക്കൊരു ബ്രദറും ഉണ്ടായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിലാണ്. പിന്നെ ഇപ്പൊ ഞാൻ മാരീഡ് ആണ്. എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ ഹസ്ബൻഡ്, എന്റെ പേര് സുബിൻ എന്നാണ്. അച്ചാച്ചൻ കോഴിക്കോട് നിന്നാണ്. പിന്നെ എനിക്കൊരു കുഞ്ഞുമോനുണ്ട്. മോനിപ്പോ 4 വയസ്സാവുന്നു. അങ്ങനെ ദൈവം അനുഗ്രഹപ്പെടുന്ന നല്ലൊരു കുടുംബജീവിതം എനിക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തെ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറഞ്ഞ, ദൈവം ചെറുപ്പം മുതൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ ലോകത്തില് നമ്മളെ ആരും അറിയുന്നതായിട്ട് മുമ്പ് ദൈവം നമ്മൾ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാവണാട്ട് മുമ്പ് ദൈവം നമ്മളെ കുറിച്ച് എല്ലാ പ്ലാനും പതിവ് ചെയ്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നൽകി തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിന് സാക്ഷ്യമാവാൻ ദൈവൻ കൃപ തന്നുല്ലോ. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ അനേക ആൾക്കാർ ദൈവത്തെ അറിയാതെ പോയപ്പോ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം എനിക്ക് എന്റെ കുടുംബത്തെ നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചെറുപ്പത്തില് മണന്തരട് പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ ഇങ്ങനെ ബെന്തിക്കോസ് ആരാധന നമുക്കൊന്നും കിട്ടില്ല. കാരണം എന്റെ മമ്മി യാക്കോബ ഫാമിലിയിൽ നിന്നും എന്റെ പപ്പ ബ്രദറൻ ഫാമിലിയിൽ നിന്നും ആയിരുന്നു. പക്ഷെ എന്റെ പപ്പ ബ്രദറൻ ഫാമിലിയിൽ നിന്നാണെങ്കിലും എന്റെ പപ്പയ്ക്ക് ലൈക്ക് പപ്പയുടെ പപ്പ ചെറുപ്പത്തിലെ മരിച്ച കാരണം പപ്പയ്ക്ക് ഇങ്ങനെ ഡിഫറെന്റ് ഓരോരോ വേറെ വീട്ടിൽ നിന്നാണ് പപ്പ വളർന്നത്. പക്ഷെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഞാൻ എപ്പോഴും എന്റെ പപ്പയുടെ ജീവിതത്തിൽ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവം ഒരു കുഞ്ഞിനെ ഭൂമിയിൽ ജനിപ്പിച്ച് ഭൂമിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, എന്റെ പപ്പയുടെ മമ്മി പപ്പ എന്റെ പപ്പ ചെറുപ്രായത്തില് കുഞ്ഞു നാളില് തന്നെ എന്റെ പപ്പയുടെ മമ്മി പോയി മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പപ്പ ഒരു 3-4 ക്ലാസ്സിലായിരുന്നു എന്റെ പപ്പയുടെ പപ്പ മാറ്റപ്പെട്ടു. അങ്ങനെ പപ്പ ഇങ്ങനെ വളർന്ന ഓരോ വീട്ടുകളിലാണെങ്കിലും പപ്പ കുറെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ പപ്പയുടെ ഓരോ വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബലമാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, എനിക്കൊരു കാര്യം ശരിക്കും മനസ്സിലായ കാര്യം, നമ്മള് ഈ വചനം പറയുന്ന പോലെ പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു ദൈവം നമുക്കുള്ളതായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഈ ഭൂമിയിൽ ആരും നമ്മൾ മനസ്സിലാക്കാതെ പോയാലും മനസ്സിലാക്കുന്ന ഒരു അപ്പച്ചൻ നമുക്കുണ്ട്. ദൈവനാമകത്തപ്പെടുമാറാകട്ടെ. കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിൽ ഒരിക്കലും ഈ വീട്ടിൽ വരണമെന്നോ നമ്മുടെ ഇഷ്ടത്താലല്ല നമ്മളൊന്നും വന്നേക്കണം. ദൈവമാണ് നമ്മളെ നിർണയിച്ച് നമ്മൾ ഏത് വീട്ടിൽ പോകണം, എപ്പ ജനിക്കണം, ഏത് സമയത്ത് ജനിക്കണം, ആരായിരിക്കും നമ്മുടെ മാതാവ്, എല്ലാം ദൈവമാണ് നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ദൈവം നാമകത്തപ്പെടുമാറാകട്ടെ. എന്റെ അങ്ങനെ ഞാൻ വളർന്നു വന്ന സമയത്ത് എന്റെ പപ്പ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും, പപ്പ എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്തില് ജീവിക്കുന്ന ഒരു വ്യക്തിന്റെ പോലെയായിരുന്നു. കാരണം എന്ന് പറയുകയാണെങ്കിൽ പപ്പ മദ്യപാനം ചെയ്യാറുണ്ടായിരുന്നു. എന്റെ മമ്മിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ സമയത്ത് മമ്മിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എന്റെ ബ്രദർ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണ് മമ്മി പപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പോലും അറിയുന്നത്. മമ്മി ജാക്കബൈറ്റ് ഫാമിലി എന്നാണെങ്കിൽ അവർ വീട്ടിൽ നല്ല പ്രാർത്ഥന ഒക്കെ ഉള്ള കുടുംബമാണ്. പക്ഷെ എങ്ങനെ ആരാധിക്കണം, ലൈക്ക് നമ്മുടെ ആത്മാവിന് സത്യത്തിൽ എങ്ങനെ ആരാധിക്കണം, അല്ലെങ്കിൽ സത്യദൈവത്തെ എങ്ങനെയാ നമ്മൾ സത്യത്തിൽ ആരാധിക്കണം എന്നുള്ള കാര്യം മമ്മിക്ക് പൂർണ്ണ അറിയത്തില്ലായിരുന്നു. പക്ഷെ മമ്മി നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു പെന്തിക്കോസ് ആരാധന ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മമ്മിയുടെ ചേച്ചി വിശ്വാസത്തിൽ വന്നങ്ങനെ അവര് നാട്ടിൽ ബെന്തിക്കോസ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ദൈവം നാമകത്തപ്പെടുമാറാകട്ടെ. മമ്മിയുടെ ഒത്തിരി പ്രാർത്ഥന മൂലം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്റെ മമ്മി ബൈബിൾ തുറന്നു വെച്ച് ഞാൻ നോർത്ത് ഇന്ത്യ ആയിരുന്ന സമയത്ത് ചൂടായ കാരണം ഇങ്ങനെ വാതിൽ തുറന്നിടും. അങ്ങനെ സൈഡിൽ ഇങ്ങനെ നിന്ന് മമ്മി ബൈബിൾ അയച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ ഉറങ്ങുമല്ലേ, അപ്പൊ ലൈറ്റ് ഒന്നും ഇടണമെന്ന് വെച്ചിങ്ങനെ പുറത്ത് വന്നിങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളാണ്. ആ സമയത്ത് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ളാരും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറി വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ മമ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. മമ്മിയുടെ ഓരോ കണ്ണുനീരുകള് ബൈബിൾ ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ മമ്മിയോട് പറയും, എന്തിനാ ലീല നീ ഇങ്ങനെ കരയുന്നത്, ഇതൊക്കെ ഒരു ട്രെൻഡ് അല്ലേ, അവൻ കുടിക്കുന്നു പറഞ്ഞ് നീ ഇങ്ങനെ കരയേണ്ട ആവശ്യം, അതൊക്കെ സാരില്ലെന്ന് വിചാരിക്കണം. പക്ഷെ ദൈവത്തിന് നന്ദി പറയുന്നു, ഈ ലോകത്തെ ട്രെൻഡ് നമ്മുടെ ട്രെൻഡ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കണേ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ വ്യത്യസ്തമായ വിളി നമുക്കുണ്ട്. നമ്മുടെ ദൈവം വേർപാടോ നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ ഹല്ലേലൂയ ഒരു വേർപെട്ട അവസ്ഥ. അത് കാരണം പല വേദനകളും നമുക്ക് കടന്നു പോകേണ്ട അവസ്ഥകൾ വന്നാലും അല്ലെ കേൾക്കുന്ന ആരാണ് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ അവസ്ഥയല്ല നാളെ നമ്മുടെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കഷ്ടത വേദന ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അധികം മഹത്വമായ നമുക്ക് ദൈവം ഒരു ഉന്നതമായ ദൈവം നമുക്കൊരു പ്രത്യാശ ഒരു സ്ഥലം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ദൈവം നന്ദി പറയുന്നു. ഹല്ലേലൂയ.
പക്ഷെ മമ്മിയുടെ കണ്ണുനീരും പ്രാർത്ഥന മുഖാന്തരം എന്റെ പപ്പ വിശ്വാസം വന്നു. എന്റെ വിശ്വാസം വർദ്ധിക്കുന്ന കുറെ കാര്യം ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ ഓർക്കുകയാണെങ്കിൽ, ഞാൻ ഒത്തിരി ചെറുതായ സമയത്ത് ഞാനും ലൈക്ക് മൂന്നോ നാല് വയസ്സാ 4 വയസ്സ് ആ ഒരു ലെവലിലുള്ള സമയത്ത് എന്റെ മമ്മി എന്നെ ഒക്കത്തെടുക്കും. എനിക്കൊരു ബ്രദർ ഉണ്ട്. എന്റെ ബ്രദറിന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഒത്തിരി ദൂരമാണ് ഞങ്ങളുടെ ചർച്ച്. ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ ചൂടാകുമ്പോ റിക്ഷ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാ പ്രിയരെ. അപ്പൊ അങ്ങനെ നടന്നു പോണ സമയത്തൊക്കെ ഒത്തിരി ദൂരം നടക്കാണ്ടല്ലോ. അപ്പൊ ശരിക്കും നമ്മളെല്ലാവരും ക്ഷീണിച്ചു പോണ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പോലും ദൈവം സത്യദൈവം എന്ന് പലവട്ടം ദൈവം മനസ്സിലാക്കാൻ സഹായിച്ചു. പോണ സമയത്ത് ഒത്തിരി നല്ല ചൂടുള്ള കടും ചൂടുള്ള സമയമാണ്. ആ സമയത്ത് പെട്ടെന്ന് മേഘം കയറി വരുവാൻ വേണ്ടി ആയതും, പിന്നെ ആ മേഘം പെട്ടെന്ന് മഴത്തുള്ളി വലിയ മഴത്തുള്ളികൾ വീഴുന്നു. അപ്പൊ ഞങ്ങൾ നനയാൻ തുടങ്ങി. അപ്പൊ എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, മോളെ നീ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും. ഇങ്ങനെ ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും പറയുവാണ്. മമ്മ ഇങ്ങനെ പറയുക, മക്കളെ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന യേശപ്പച്ചൻ കേൾക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ഒരു ഓർമ്മ, ഞാൻ കണ്ണാട്ട് യേശപ്പച്ച പ്ലീസ് യേശപ്പച്ച മഴ നിക്കണ യേശപ്പച്ച, ഞങ്ങൾക്ക് ഒത്തിരി ദൂരം നടക്കാണ്ട്, ഞങ്ങളുടെ കയ്യിൽ കുടയോ ഇല്ല, പിന്നെ ഒരു റിക്ഷം കിട്ടുന്നില്ല യേശപ്പച്ച, ഞങ്ങൾക്ക് നടക്കാൻ ബലം തരണം യേശപ്പച്ച, അവിടെ എത്താൻ സഹായിക്കണം. ദൈവനാമഹത്വം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവനാമഹത്വത്തിന് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന അതേ സമയത്ത് ആ മഴ നിന്നു. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ എനിക്ക് ഇത്തിരി ബലം തരുന്ന കാര്യമായിരുന്നു. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ വളർന്നു വരുമ്പോ ഒക്കെ എന്റെ അമ്മ പറയും, യേശുക്രിസ്തു മാത്രം സത്യദൈവം ഇങ്ങനെ പറഞ്ഞു തരും. എന്റെ വീട്ടിലാണെങ്കിൽ ആ കാര്യം ഇങ്ങനെ പറയും. അപ്പൊ ആ സമയം കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ ദൈവം നമുക്ക് ഒരു നല്ലൊരു ബെന്തിക്കോസ് ആരാധന തന്നു. ഇങ്ങനെ ഒരു AG അബ്രാം എന്ന് പറഞ്ഞ ഞങ്ങളുണ്ട്. അങ്ങനെ ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ നല്ലൊരു ആരാധന അങ്ങൾ നടത്തി അവിടെ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഉണ്ട്, അത് ഒത്തിരി ദൂരാണ്. ഞങ്ങൾ എടുക്കാൻ വരും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്കൊക്കെ പോകും. അങ്ങനെ അപ്പൊ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ആത്മാവിന്റെ സത്യത്തിൽ ആരാധിച്ച് ദൈവസ്ഥാനത്ത് നടക്കുവരുത്, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവമാണ്. അപ്പൊ എന്റെ മമ്മി ഇങ്ങനെ പറയുന്നത് യേശുക്രിസ്തു മാത്രം സത്യദൈവം എന്നോട് പറയുമ്പോൾ അതിന്റെ തലയിൽ എന്റെ മനസ്സിലെ ഹൃദയത്തിൽ അങ്ങനെ ഇരിക്കാതെ, നമ്മൾ വചനത്തിൽ വായിച്ച പ്രകാരം നമ്മൾ ഡ്യൂട്ടറോമിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിനകത്ത് എഴുതിയിട്ട്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിടക്കുമ്പോൾ നടക്കുമ്പോൾ ഏത് സമയത്ത് എന്ത് ചെയ്യണം, ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കണം. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. അതുപോലെ ദൈവം എന്റെ മാതാവിനോട്, ലൈക്ക് എന്നോട് ദൈവം എന്റെ മമ്മി അങ്ങനെ പറയുമ്പോൾ, ചർച്ചയിൽ പോകുമ്പോൾ എന്നോട് വചനം ശരിക്കും സംസാരിക്കാൻ ഫീൽ. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവം ഉപയോഗിക്കുന്ന ഒരു ഏജ് നോക്കിയിട്ടല്ല. ദൈവത്തിന് ഒരിക്കലും ഒരു ഏജ് മാറ്റർ ചെയ്യുന്നതല്ല. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. അത് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ ഞാനാണ്. ദൈവനാമഹത്വപ്പെടും. അനേക ആൾക്കാരുണ്ടാവും, അതിൽ നിന്ന് ഒരാൾ ഞാനാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, ആ ചെറുപ്രായത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, യേശുപ്പിച്ച മാത്രം ആ സത്യദൈവം എന്ന് ഞാൻ അവരോട് പറയുമ്പോൾ, ഞാൻ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളർന്നൊരു കുഞ്ഞാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ കേന്ദ്രീയ വിദ്യാലയം, ദൈവം കൃപയാൽ ഞങ്ങൾക്ക് കേന്ദ്രീയ വിദ്യാലയ സ്കൂൾ കിട്ടി. ഞാൻ ആദ്യം പഠിച്ചിരുന്ന ഹിന്ദി മീഡിയം ആയിരുന്നു. പിന്നെ എനിക്ക് KV കേന്ദ്രീയ വിദ്യാലയ സെൻട്രൽ സ്കൂൾ എന്ന് പറയും, കേന്ദ്രീയ വിദ്യാലയം എനിക്ക് അഡ്മിഷൻ കിട്ടി. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞാനും എന്റെ ചേട്ടായി ഞങ്ങളെല്ലാവരും അവിടെ ഞങ്ങളെവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ എവിടെ പോയാൽ ഞങ്ങൾ പറയും, യേശുക്രിസ്തു മാത്രം സത്യദൈവം, യേശുക്രിസ്തു മാത്രം സത്യദൈവം എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് കുറച്ച് നാളൊക്കെ ഇട്ട് അവർ വീണ്ടും റെസ്പോണ്ട് ചെയ്യും. അവരവരുടെ ദൈവത്തിന്റെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും, യേശപ്പച്ച എനിക്ക് അറിയാം യേശപ്പച്ച മാത്രം സത്യദൈവം എന്ന്. പക്ഷെ ഇവരോടൊക്കെ എങ്ങനെ പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല. യേശപ്പച്ചയ്ക്ക് പഠിപ്പിച്ചു തരണം. എനിക്ക് യേശപ്പച്ച സാക്ഷ്യം എല്ലാവരും മുമ്പിൽ പറയണം. എനിക്ക് യേശപ്പച്ചന്റെ വചനം എല്ലാവരോടും പറയണം. യേശപ്പച്ച മാത്രം സത്യദൈവം ലോകം അറിയണം യേശപ്പച്ച എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ചെറുപ്രായത്തിൽ ഞങ്ങൾ പറയുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ കേൾക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയുന്നത്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹൗ യു നോ, നിങ്ങൾ എങ്ങനെയാണെന്നോ അറിയുന്നേ, അതുപോലെ ഒരു ചെറിയ അക്ഷരത്തിൽ പോലും നിങ്ങളൊരു സാക്ഷ്യം ആരോട് പറയുകയാണെങ്കിൽ ദൈവം ഒരിക്കലും ആ വാക്കിനെ വ്രതമാക്കി കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്റെ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നമ്മൾ ആ വിത്ത് വിതയ്ക്കുമ്പോൾ ഞാൻ ദൈവനാമത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം പറഞ്ഞില്ല ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ യേശുപ്പച്ചൻ പറയും, യേശുപ്പച്ച പ്ലീസ് യേശുക്ക് പറഞ്ഞു തരണം, യേശുപ്പച്ച മാത്രം സത്യദൈവം എന്ന്. ഐ വോണ്ട് ടു ലൈക്ക് ഐ നീഡ് എ പ്രൂഫ്. ഐ നോ യു ആർ എ ട്രൂ ഗോഡ്. എനിക്കറിയാം യേശുപ്പച്ച സത്യദൈവമാണ്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട്, എനിക്കത് ലൈക്ക് മറ്റൊരു എത്തിപ്പിക്കും ആരോട് ചോദ്യം ചെയ്ത് അതുപോലെ ദൈവം എനിക്ക് പ്രൂഫ് തരണം. അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. ദൈവനാമത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയരെ, അല്ല എന്റെ ടീച്ചർ, ഞാൻ 6th ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ ഞങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി സബ്ജക്റ്റില് അതിനകത്ത് ADBC അനാട്ടോമി ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ബ്ലാക്ക് ബോർഡിലൊക്കെ ഓരോന്ന് ഇങ്ങനെ എഴുതി, ഇങ്ങനെ നടുക്ക് ക്രൈസ്റ്റ് വന്ന് ഇങ്ങനെയൊക്കെ വരച്ച്, ഇത് ബിഫോർ ക്രൈസ്റ്റ്, ഇത് അനാട്ടോമി എന്ന് പറയുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം.
അവർ ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിലും ഇവിടെ ദൈവാത്മാവിനോട് സംസാരിക്കുന്ന പോലെ, ഒരാളിനോട് സംസാരിക്കുന്ന പോലെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ദൈവം നാം മഹത്വപ്പെടുമാറുടെ കാരണം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പിതാവുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ ഉറപ്പായി ഇന്ന് അല്ലെങ്കിൽ നാളെ ദൈവം നിർത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ആ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് വന്ന ഏറ്റവും ആദ്യത്തെ മനസ്സിലെ ചിന്ത എന്ന് പറയുകയാണെങ്കിൽ, ഇത്ര ആൾക്കാർ നിന്നോട് പറയില്ല അവരെ ദൈവം, പക്ഷെ നോക്ക് അവരാരും പേര് വെച്ച് ഈ ലോകത്ത് രണ്ടാക്കി തിരിച്ചില്ലാലോ. ഇത് ഞാൻ ടീച്ചറിനെ എഴുതി കാണിച്ചുക, ഇത് ക്രോസ് അങ്ങനെ ഇവിടെ കാണിച്ചേക്കുക, ദിസ് ഇസ് ബിഫോർ ക്രൈസ്റ്റ് BC ആൻഡ് ദിസ് ഇസ് AD. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ലൈക്ക് ക്രോസ് വെച്ചിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു. ലൈക്ക് ഞാൻ കാണുമ്പോൾ അത് ലൈക്ക് യേശുക്രിസ്തു വന്നിട്ട് ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ആണ്. സോ ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് ഇത്ര ആൾക്കാർ വന്നു എന്ന് പറയുന്നുണ്ട്, പല ആൾക്കാർ പലതും പറയുന്നുണ്ട്, പക്ഷെ എന്ത് ഈ ലോകത്ത് രണ്ടായി അവർക്ക് ആർക്കും തിരിക്കാൻ പറ്റും. സോ യേശുക്രിസ്തു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ജീവിച്ച് അത്ര ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ആ സത്യദൈവത്തെ അറിയാനുള്ള ഭാഗ്യം എന്റെ യേശുപ്പൻ എനിക്ക് നൽകി തന്ന കൃപയ്ക്കാൻ ഞാൻ യേശുപ്പൻ നന്ദി പറയുന്നു. ദൈവനാമത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കുഞ്ഞുപ്രായം മൊത്തം ഇങ്ങനെ വളർന്നു വന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് ഓരോ കാര്യങ്ങളേക്ക് ഓരോ കാര്യം സംസാരിക്കും. ലൈക്ക് ഞാൻ ആദ്യം സ്കൂളിൽ ഡാൻസിലൊക്കെ ചേരാറുണ്ടായിരുന്നു, ഞാൻ KV അപ്പൊ അവിടെ എല്ലാത്തിലും നമ്മൾ ചേർത്തല്ലോ. പിന്നെ അങ്ങനെ ദൈവം സഹിച്ച് പിന്നെ പഠിക്കാനൊക്കെ നല്ല ലൈക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കിന്ന് ഓർമ്മയുണ്ട്, എനിക്ക് 99-98% എത്രയോ നല്ല മാർക്സ് കിട്ടി. ഇപ്പൊ ടീച്ചർമാർ എല്ലാത്തിനും നമ്മൾ കൂട്ടും. അങ്ങനെ എല്ലാത്തിനും ഞാൻ അങ്ങനെ ചേർന്നു. അപ്പൊ ചേർന്ന് കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഡാൻസ് ഒക്കെ കളിച്ച് ലൈക്ക് 26 ജനുവരി 15 ഓഗസ്റ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തൊരു ഇങ്ങനെ ഒരു അങ്ങനെ ഏതൊരു ഇവന്റ് ആയിരുന്നു. ആ സമയത്ത് അങ്ങനെ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ മമ്മിയോട് ചോദിക്കും നമ്മളെന്ത് സ്വർണ്ണം ഇടാൻ പാടാത്തെ, ഇങ്ങനെ ഓരോ കാര്യം ഞാൻ മമ്മിയോട് ഇങ്ങനെ ചോദിക്കും, നമ്മൾ എന്താ അങ്ങനെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ മമ്മിയുടേതായ കുറെ ഉത്തരങ്ങളൊക്കെ പറയും. ലൈക്ക് ബജറ്റിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മൾ വേർപെട്ട ജനാണ്, പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഭൂമിയിൽ ആര് നമ്മൾ മനസ്സിലാക്കിയാലും ദൈവം നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മളെല്ലാം തന്നെത്താൻ വേണ്ടാന്ന് വെക്കും. പ്രൈസ് ലോർഡ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആ സമയത്ത് എന്റെ മുമ്പ് വിശ്വാസത്തിൽ വന്ന് സ്നാനമൊക്കെ പെട്ടു, ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമയമായിരുന്നു. എന്റെ പപ്പ ആ സമയത്ത് വിശ്വാസം പൂർണ്ണമായും വന്നിട്ടില്ല. പക്ഷെ ദൈവം എന്റെ യേശപ്പച്ചന്റെ സ്നേഹം, എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിന്റെ സ്നേഹം എന്റെ കൂടെ നടന്നു. എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇതിന്റെ ഒക്കെ ആവശ്യം. ലൈക്ക് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ലൈക്ക് ഐ ഫീൽ ദാറ്റ് ഗോഡ് ഈസ് ടോക്കിംഗ് വിത്ത് മീ. പെടുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഭൂമിയിൽ നിങ്ങളുടെ വിഷമം നിങ്ങൾ ആരോട് പറഞ്ഞാട്ട് ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു നൊമ്പരോ അറിയാത്തൊരു വിഷയമോ കൺഫ്യൂഷൻ ആവുന്നൊരു കാര്യമോ നിങ്ങൾ വന്ന് മുട്ടിൽ നിന്ന് ഈ ബജറ്റ് മുമ്പ് ഇത് രണ്ടും എന്റെ കരഞ്ഞ പറയുമ്പോഴത്തേനും ദൈവം അതിന്റെ ഉത്തരമായി ദൈവം നമുക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു തരും. അതിനകത്ത് സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റും. അപ്പൊ നമുക്ക് മനസ്സിലായി യേശപ്പച്ചൻ ആഗ്രഹിക്കണം, ഇതാണ് നമുക്ക് മനസ്സിലാവും. ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ എന്റെ മമ്മി ഇങ്ങനെ ഓരോ പറഞ്ഞു തരും ഈ ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ടീച്ചറിനെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഞാനാണ് സത്യദൈവം, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായി. ഞാൻ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ എല്ലാവരോടും അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുന്നോടത്തോ ഇങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അപ്പോഴൊക്കെ ദൈവം എന്നോട് സംസാരിക്കും. ദൈവം എന്നോട് പറഞ്ഞു, ലൈക്ക് നമ്മൾ ചെറിയ പ്രായമാകുമ്പോൾ നമുക്കൊരു കൂട്ടുകെട്ട് വേണമെന്ന്, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ദൈവനാമം എത്തപ്പെടുമാറാകട്ടെ. ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ലൈക്ക് ഞാൻ ഫ്രണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്റെ ആവശ്യത്തില് ആരും ലൈക്ക് അവർക്കെന്നെ സഹായിക്കാൻ പറ്റാതോ ലൈക്ക് അങ്ങനത്തെ ഒക്കെ വരും. പക്ഷെ അവരെ ആവശ്യമൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്. അപ്പൊ എനിക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ ദൈവം എവിടെന്നെങ്കിലും ആ കാര്യം ചെയ്യിപ്പിച്ചു തരും. അപ്പൊ എനിക്ക് ദൈവം എന്നോട് പറയും, ഞാൻ മാത്രം നിന്നെ സ്നേഹിക്കുന്നുള്ളൂ, ഐ ആം ദ ട്രൂ ഗോഡ്. ഈ പറയുന്ന ഫ്രണ്ട്സുകളൊക്കെ ഒരു സമയത്ത് നിന്നെ വിട്ടേച്ചു പോകും, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും വിടത്തില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ പയ്യെ ഞാനൊരു 6th ഒരു 7th 8th ഒക്കെ ആയപ്പോ പയ്യെ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വേർതിരണം. ഞങ്ങൾ 3 കൂട്ടുകാരികളായിരുന്നു. ഞാൻ നല്ല സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പാ. അപ്പൊ ദൈവാത്മനോട് പറയുന്ന പോലെ, മോളെ നീ യു ഷുഡ് നോട്ട് ടോക്ക് ലൈക്ക് ദാം, യു ഷുഡ് നോട്ട് വാക്ക് ലൈക്ക് ദാം. നീ അവരോട് സംസാരിക്കാനുള്ള ആളല്ല, നീ അവരോട് നടക്കാൻ പോലെ ആളല്ല, ഞാൻ നിന്നെ വിളിച്ച് വേറെ ഉദ്ദേശത്തിന് വേണ്ടിയാ. അങ്ങനെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ തോന്നി. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആറോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ദൈവത്തിന്റെ പ്രാർത്ഥനയും യേശുവിന്റെ അങ്ങനത്തെ വഴിയൊക്കെ എനിക്ക് ഒരുക്കി തരുന്നേ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറയാൻ ഒരു സാക്ഷ്യം എന്റെ ഇടയ്ക്ക് ഞാൻ പറയാം. ഞാൻ 10th ക്ലാസ് 9th ക്ലാസ് അവരോട് ദൂരെ വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോലും പല വട്ടവും ലൈക്ക് ഇങ്ങനെ അവരിന്ന് ദൂരെ ഓരോരോ സാഹചര്യങ്ങൾ വന്നിട്ട്
ലൈക്ക് ഐ കനോട്ട് ഗോ അവേ ഫ്രോം ദം. പക്ഷെ ദൈവത്തിന് ഞാൻ പറഞ്ഞു യേശുവില്ല, എനിക്ക് യേശുവിന് വേണ്ടി എനിക്ക് യേശുവിന് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ദൈവം നാമത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹം അറിയാൻ ദൈവമാണ്. നിങ്ങൾക്ക് 10th ക്ലാസ്സിൽ ഫസ്റ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ 80% അങ്ങനെ ഒന്നും ഇല്ല. ഞങ്ങളുടെ KV 80% അബവ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് KVയില് സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ ആ സമയത്ത് കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ 2-3 വട്ടം ടീച്ചറോട് പോയി ചോദിച്ചു, ടീച്ചർ എനിക്ക് സയൻസ് സ്ട്രീം കിട്ടോ? ബിക്കോസ് ഞാൻ പോയി ചോദിക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മാർക്സ് കുറവാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ സ്കൂളിന് വേണ്ടി KVക്ക് വേണ്ടി ഞാൻ സ്പോർട്സിന് പോയിട്ടുണ്ട്. ലൈക്ക് റീജിയണൽ ലെവൽ സ്പോർട്സിന് ഓട്ടത്തിന് പോയിട്ടുണ്ട്. ഞാൻ റീജിയണൽ ലെവൽ, അതിന് നാഷണൽ ലെവൽ അങ്ങനെ സെലക്ട് ആയി കൊച്ചു. അപ്പൊ ഞാൻ സ്പോർട്സ് കോട്ട വെച്ച് പറ്റത്തില്ല മാഡം എന്ന് ചോദിച്ചു. പറഞ്ഞു അത് വെച്ചിട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞൊരു കാര്യം, യേശപ്പച്ച ഈ ഈ കാണുന്ന ഈ സ്കൂൾ എന്റെ യേശപ്പച്ചൻ ഉണ്ടാക്കിയേക്കുന്നത്, ഈ ടീച്ചർമാരെ യേശപ്പച്ചൻ ഉണ്ടാക്കിയേക്കുന്നത്, ഞാൻ അപ്പച്ചന്റെ മോളാ, ഇത് യേശപ്പച്ചന്റെ സ്കൂളാ, എനിക്കിത് പഠിക്കാൻ യേശപ്പച്ചൻ, എനിക്ക് ഇവിടുന്ന് തന്നെ എന്നെ പഠിക്കണം, എനിക്ക് ഇവിടെ വേണം ഇനി ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസത്തിന്റെ 3-ാം ദിവസം ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയും പ്രാർത്ഥിക്കട്ടോ, യേശപ്പച്ചൻ ഇതിലേക്ക് ദൈവം എന്റെ മൈൻഡ് യേശപ്പച്ചൻ ഡൈവേർട്ട് ആക്കണം, എനിക്കതൊന്നും വേണ്ടാന്ന് വെക്കാനുള്ള കൃപ തരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. എന്റെ ഉപവാസം ആദ്യമായിട്ടും ജീവിതത്തിൽ 7 ദിവസം ഉപവാസം ഇരിക്കണേ, അതും ഞാൻ 10th ക്ലാസ്സിൽ ഉള്ളതെന്ന് ആലോചിച്ചു. അപ്പൊ പക്ഷെ എന്റെ മനസ്സിന് ഭയങ്കര പറയും, എനിക്ക് ഉപവാസിക്കണം 7 ദിവസം ഉപവാസം. 3-ാമത്തെ ദിവസം ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, എന്റെ പ്രിൻസിപ്പൽ എന്നെ അവിടെ ആ സമയത്ത് ഭക്തോസ്ലം മാഡം ആണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ, പോയിട്ട് വൈസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലായിട്ട് പ്രവർത്തനം ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ മാഡം പറഞ്ഞു, ലൈക്ക് വിനീറ്റ എന്നെ കോളേജിൽ പറഞ്ഞു, വിനീറ്റ നീ വായോ. ആ സമയം പ്രാർത്ഥന സമയം ഫോൺ എടുക്കാറില്ല. അപ്പൊ ഫോൺ അടിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല, സൈലന്റ് ആയിട്ട്. അപ്പൊ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഞാൻ നോക്കുമ്പോ പപ്പമ്മയുടെ ഫോണാണ് നമ്മുടെ ബാഗിലാണോ കിടക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആരുടെയാന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ വിളിച്ചപ്പോ ഭക്തവത്സല മാഡം. അപ്പൊ പറഞ്ഞു, മോളെ നീ വായോ, ഇപ്പൊ തന്നെ വന്നതിന് കുഴപ്പമൊന്നുമില്ല, നിന്റെ അഡ്മിഷൻ കൺഫേം ആയി, നിന്റെ സീറ്റ് കൺഫേം ആണ്. അന്നെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറയുകയാണെങ്കിൽ കാരണം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്റെ ജീവിതത്തിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. ലൈക്ക് എനിക്കൊരു മൂത്ത ചേട്ടായി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എന്റെ മൂത്ത ചേട്ടായി 15 ഇയേഴ്സ് ആവുമ്പോ ഞാൻ 9th ക്ലാസ്സിൽ തുടങ്ങുന്നുള്ളൂ. ആ സമയത്ത് എന്റെ ബ്രദർ ലൈക്ക് 14 ഇയേഴ്സ് കഴിഞ്ഞ് 15ലേക്ക് കടക്കാൻ പോകുന്ന ഒരു സമയത്ത് എന്റെ ബ്രദർ വീട്ടിൽ നിന്ന് കടന്നു പോയി. ലൈക്ക് ഞാൻ നാട്ടിൽ വന്നിട്ട് 3-ാം ദിവസം ആവുന്നു. ആ 3-ാമത്തെ ദിവസം എന്റെ ബ്രദറിന്റെ കൂട്ടുകാരൻ എന്റെ ബ്രദറിനെ കാണാൻ വരുന്നു. ആളുടെ പേര് ജയ എന്നാണ്. കാണാൻ വരുന്നു. എന്നിട്ട് മമ്മി, എന്റെ പപ്പ, ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. എന്റെ പപ്പയുടെ ചേച്ചി നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത്, ആ അമ്മച്ചി വന്നു. അമ്മച്ചി വന്നു കഴിഞ്ഞിട്ട് ലൈക്ക് അവരെന്നെ അവര് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി, എന്റെ ബ്രദറാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ സമയത്ത് എന്റെ ബ്രദർ സൈക്കിളൊക്കെ ഓടിപ്പിക്കാൻ അറിയാം, വണ്ടിയൊക്കെ നല്ലോണം ഓടിപ്പിക്കാൻ അറിയാം. സ്കൂട്ടി, നമ്മുടെ 2 വീലർ ഉണ്ടല്ലോ, അതൊക്കെ ഓടിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ സൈക്കിളാണ്. അപ്പൊ സൈക്കിൾ എടുത്തിട്ട് എന്റെ ബ്രദർ കൊണ്ടുപോയി പപ്പയുടെ ചേച്ചി കൊണ്ടുപോയി വിടുന്നു. ആ സമയത്ത് ചെയ്യുന്ന പറയാ ഈ പയ്യൻ വന്ന അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് ആന്റി എനിക്ക് ഗ്ലേസിന് എന്ത് ചോദിച്ചു. അപ്പൊ മമ്മ പറഞ്ഞു, അവൻ പോയി മോനെ, ഇങ്ങനെ അവൻ അമ്മച്ചീനെ കൂട്ടി ഹോസ്പിറ്റൽ ഗയ അങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ലൈക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഫുഡ് കൊടുത്ത് വിട്ടേരെ, ഇഡ്ഡലി ഉണ്ടാക്കിയാണ്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടം, നോർത്ത് ഇന്ത്യക്കാർക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്ത് തിന്ന് കഴിയാറാകുമ്പോൾ ബ്രദർ വരുന്നു. അപ്പൊ ഇവരെല്ലാവരും പ്ലാൻ ചെയ്തു, നമുക്ക് എന്റെ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് എന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്, നമുക്ക് കമ്പ്യൂട്ടർ കളിക്കാൻ പോവാന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കമ്പ്യൂട്ടറിൽ കളിക്കാൻ വേണ്ടി പോകണമെന്ന് രണ്ടുപേരും കൂടി പറഞ്ഞിറങ്ങി. പക്ഷെ അതിന്റെ മധ്യം എന്ത് നടന്നത് നമുക്കറിയത്തില്ല. എന്താ പറയുന്നത്, എന്റെ ബ്രദറും ഈ ചെയ്യുന്ന 2 ആൾക്കാർ പോയത് ഞങ്ങൾ കേട്ടത്, വേറെ 2 ആൾക്കാരും കൂടി കണ്ടു, ശരബ്ജിത്തും അഭിഷേക് എന്ന് പറഞ്ഞെങ്കിൽ 4 ആൾക്കാർ പോകുന്നു. ഡാം കാണാൻ പോയ സമയത്ത് നമുക്കറിയത്തില്ല എന്റെ ബ്രദർ തള്ളിയിട്ടതാണോ അതെ അറിയാതെയാണോ, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ എന്റെ ബ്രദർ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരാരും നമ്മളോടൊന്നും പറഞ്ഞില്ല. ഇവരെല്ലാം കഴിഞ്ഞിട്ട് അവരെ പാരന്റ്സിനൊക്കെ 3 പാരന്റ്സിനൊക്കെ വിളിച്ച് പോലീസിനൊക്കെ വിളിച്ച് ലാസ്റ്റാണ് നമ്മൾ അറിയിപ്പിക്കുന്നത്. ആ സമയം ഓൾറെഡി കാലത്ത് എന്റെ ബ്രദർ പോയത്. അതിന്റെ ഇടയ്ക്കൊക്കെ എന്റെ പപ്പ മമ്മി നമുക്ക് തിരക്കാൻ പറ്റാത്തൊരു അവസ്ഥ, കാരണം നമുക്കറിയത്തില്ല അവരെവിടെ പോയേക്കണ, ഫോൺ അവരുടെ കയ്യിലില്ല. അപ്പൊ മമ്മി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ 3 നേരം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അന്ന് നമ്മള് നാട്ടിൽ പോയി വന്ന സമയമല്ലേ, അപ്പൊ വീടൊക്കെ ഒത്തിരി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ 2 മാസം ലീവിനൊക്കെ അല്ല പോണം. അപ്പൊ വീട് ഒത്തിരി അഴുക്കായിരിക്കും. അങ്ങനെ വീടൊക്കെ ക്ലീൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും ആകെ തളർന്നൊരു അവസരം. പപ്പ ഡ്യൂട്ടി പോയി വന്നേക്കോ. അങ്ങനെ പപ്പയും മമ്മി ഇങ്ങനെ ഞങ്ങളെല്ലാരും ഇങ്ങനെ കിടന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞുള്ള
അപ്പൊ അവൻ പറയൂ നമുക്ക് പ്രാർത്ഥിക്കായിരുന്നു ഇങ്ങനെ മാം പറഞ്ഞ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം പ്രാർത്ഥിക്കാൻ വെക്കോ പറഞ്ഞിങ്ങനെ ഇരിക്കുക. പക്ഷെ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അന്ന് ശരിക്കും പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. അത് ഇങ്ങനെ അവൻ പറഞ്ഞു ദൈവം ഇന്ന് പ്രാർത്ഥിച്ചില്ല, ശരിക്കും പ്രാർത്ഥിച്ചിട്ടില്ല കർത്താവെ, സോറി ഗ്ലൈസോൺ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അവൻ വരും, നീ വിഷമിക്കുന്നുണ്ട്, അവൻ എങ്ങും പോയിട്ടില്ല, അവൻ അവിടെ കമ്പ്യൂട്ടർ കളിക്കാനല്ലേ പോയിക്കിങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ എന്റെ ബ്രദറിനെ കൊണ്ടുപോയ ആൾക്കാർ താഴെ വന്ന് വിളിക്കുന്നു, വിനി താഴോട്ട് വന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയ, ഇത് നടക്കണാട്ട് മുൻപ് ലൈക്ക് 2 വർഷം മുമ്പ്, ലൈക്ക് ഇത് നടക്കുന്ന 9 ഒരു 6-7 ക്ലാസ്സിൽ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ, എന്റെ പപ്പ ലൈക്ക് ഞാൻ ഒരു ബ്രൗൺ കളർ ഉടുപ്പിട്ടായിരിക്കുന്നത്, ആ ബ്രൗൺ കളർ ഉടുപ്പിട്ടിരിക്കുന്നു, മമ്മി അവിടെ എന്തോ ചെയ്യുന്നു, പപ്പ അപ്പറയുണ്ട്. അപ്പൊ താഴ്ന്ന് ഒരു ജനവാതില, ആ സമയം ഞങ്ങൾ ആ വീട്ടിലല്ല താമസിക്കുന്നത്, ഒരു ജനവാതില, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ മേളിലത്തെ ഒരു ജനവാതിൽ നിന്ന് താനിങ്ങനെ നോക്കുന്നു. നോക്കി കഴിഞ്ഞിട്ട് അവരെന്നെ വിളിക്കുന്നു, വിനി വിനി എന്ന് വിളിക്കുമ്പോ ഞാൻ താഴെ നോക്കി. ഞാൻ പറഞ്ഞു ക്യാ ഹുവാന്ന് ഞാൻ ചോദിക്കുന്നു, എന്ത് പറ്റി ഞാൻ ചോദിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു നീച്ചിയാ, താഴേക്ക് വാന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മമ്മി പറഞ്ഞു വിനി വരത്തില്ല, പപ്പ വരുന്നു. പപ്പ പോണ്ട്. പപ്പ ഇങ്ങനെ 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 കണ്ണടച്ചിങ്ങനെ കരയുക, ദൈവം എന്റെ മോൻ പോയില്ലോ കർത്താവേ എന്ന് പറഞ്ഞ കരയുന്നു. അത്രമാത്രം ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടോളൂ. പിന്നെ കണ്ണ് പെട്ടെന്ന് എഴുന്നേറ്റു. പക്ഷെ ആ വിഷയത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചൊന്നുമില്ല. ലൈക്ക് ഞാൻ കണ്ടു കർത്താവിന് നടക്കില്ല പക്ഷെ അങ്ങനെ മനസ്സിലേക്ക് ചെറിയൊരു അത് പിന്നെ ഞാൻ കിടന്നു. ചെറുപ്രായം, നമുക്ക് അത്രയ്ക്കും വലിയ അറിവൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് എന്റെ പപ്പ അങ്ങനെ കരഞ്ഞു പോയപ്പോ എനിക്ക് കറക്റ്റ് ഫുള്ള് സ്വപ്നം എന്റെ കൺമുമ്പാകെ വന്ന് നിൽക്കണപ്പോ, ദൈവമേ ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ കർത്താവ് എന്നുള്ള പെട്ടെന്ന് ചിന്ത. അപ്പൊ എന്റെ മോൻ പോയില്ലോ എന്ന് ഞാൻ സ്വപ്നത്തിൽ കേട്ടായിരുന്നല്ലോ. ആ ഒരു പേടി എന്റെ മനസ്സിൽ, കർത്താവിന്റെ ബ്രദറിനെ വന്ന് പറ്റു വേശപ്പിച്ച ഇന്ന് പപ്പ കരഞ്ഞാലും പോയത് കറക്റ്റ് അതേ സ്വപ്നം, ആ നടക്കുന്നത് അതേ കറക്റ്റ് ഇത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ലൈക്ക് ഇങ്ങനെ ഞാൻ പറയാം കറക്റ്റ് അതേ എല്ലാം. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ, കർത്താവിന്റെ ബ്രദറിന്റെ ഗ്ലൈസ്മോൻ വന്ന് പറ്റോ കർത്താവ്, യേശുപ്പ എന്താ പറ്റിയ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ മമ്മിയോട് ആ സമയത്ത് പ്രത്യേകം പറയാൻ പറ്റില്ല, മമ്മി ഓൾറെഡി വിഷമിച്ചാലിരിക്കുന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പേടി കയറി, ഇത്ര ആൾക്കാരെ എന്തിനാ എന്റെ വീട്ടിൽ കയറി വരുന്നത്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചർച്ചുകാരും നാട്ടുകാരും വീട്ടിൽ എല്ലാവരും വീട്ടിൽ കയറി വരാൻ തുടങ്ങി. നമ്മൾ ഒത്തിരി പേടിച്ചു. ദൈവനാമത്തെ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ എന്റെ മമ്മിയോട് സത്യാവസ്ഥ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഹിന്ദു ആന്റി ഉണ്ടായിരുന്നു, സനൽ എന്നാ പേര് അവർക്ക്. അപ്പൊ ആന്റി ഞങ്ങളും ലൈക്ക് ആന്റി വന്ന് എന്നെ ആന്റിയുടെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി, ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് ആന്റിയോട് പറഞ്ഞു, മോനെ നിന്റെ ബ്രദർ മരിച്ചു, നിനക്ക് എത്ര കരഞ്ഞു ഇവിടെ കരഞ്ഞോ, മമ്മി പപ്പയുടെ മുമ്പിൽ കരയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതിന് കേട്ടപ്പോഴത്തേക്ക് സങ്കടമായിപ്പോയി. ദൈവമേ ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മാറിപ്പോയായിരുന്നു, അല്ലെങ്കിൽ ദൈവമേ ഇത് എങ്ങനെ വന്നേ കർത്താവ്, ഞാൻ കണ്ട കുറ്റാണോ, അതെന്താ സംഭവിച്ച കർത്താവെ ഇത് ഒത്തിരി ഞാൻ വിഷമിച്ചു. പക്ഷെ ഞാൻ ആരോടൊന്നും പറഞ്ഞു തന്നില്ല. വീട്ടിൽ വന്ന് മക്കൾക്ക് നോക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട്, വിഷമമുണ്ട്, എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ അന്ന് കഴിഞ്ഞു. 2-ാം ദിവസം അർലി മോർണിംഗ്, ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ ഒരു 7 മണി 8 മണിക്ക് ആയ സമയത്ത് ആംബുലൻസ് നമ്മുടെ വീട്ടിൽ വരുന്നു. മമ്മി ഒത്തിരി രാത്രി മൊത്തം മമ്മി പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് എന്റെ മോനെ പോയി കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഓൾറെഡി ബ്രദറിന്റെ മോർച്ചറി വെച്ചായിരുന്നല്ലോ. അങ്ങനെ അങ്ങനെ 2-ാം ദിവസം കാലത്ത് എന്റെ ബ്രദറിന്റെ ബോഡി എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ദൈവനാമപ്രമാണം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വീട് ശരിക്കും എന്റെ പ്രിയരെ തകർന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും. കാരണം മാതാപിതാക്കൾക്ക് ഉണ്ടായ ഒരു മോനായിരുന്നു. എന്റെ പപ്പയ്ക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്റെ ബ്രദറെ. കാരണം എന്റെ പപ്പ ഇങ്ങനെ മദ്യപാനം കഴിച്ചു വരുമ്പോ വീട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്റെ ബ്രദർ സ്നേഹത്തോടെ പിടിച്ച്, ചെറിയ പ്രായമാണെങ്കിലും പപ്പ വാ പപ്പ നമുക്ക് ഉറങ്ങാമെന്ന് പിടിച്ച് പപ്പയെ കൊണ്ടുപോകും. പക്ഷെ എനിക്കാണെങ്കിൽ ലൈക്ക് പപ്പയെ അത്ര സ്നേഹിക്കെങ്കിൽ പറ്റാറുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഓരോ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. മമ്മിയാണ് കൂടുതൽ ഉപദ്രവിക്കുന്നത്, എന്നെ ഒന്നല്ല. പക്ഷെ മമ്മി രക്ഷിക്കാൻ പോകുമ്പോ നമുക്കും ലൈക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ലൈക്ക് അടിയൊക്കെ നമുക്കും കിട്ടും. പക്ഷെ ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അല്ല ദൈവം അതിൽ നിന്നൊക്കെ എന്റെ പപ്പ വിടിപ്പിച്ചുകൊണ്ട്, അന്ന് 1 വർഷം കഴിഞ്ഞാണ് ഇതൊക്കെ പറ്റുന്നത്. എന്റെ പപ്പ സ്നാനപ്പെട്ട് 1 വർഷം കഴിഞ്ഞ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയ സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇനി പോൾസൺ തിരിച്ചു പോകും, എന്റെ പപ്പ തിരിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ദൈവനാമോത്രം ഞാൻ പറയട്ടെ, എന്റെ പപ്പ തിരിച്ചു പോയില്ല. എന്റെ ദൈവം നിലനിർത്തി. ഇന്നും ദൈവം കൃപയാൽ, ദൈവം എന്റെ പിതാവിനെ എന്റെ മാതാവ് ഞങ്ങൾ എല്ലാവരും നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങൾ നിർത്തിയതാണ്. ഞങ്ങൾ നടന്നതല്ല, ദൈവമാണ് ഞങ്ങൾ ഇതുവരെ നടത്തി കൊണ്ടുവന്നത്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞ ആ സമയം ശരിക്കും ഞങ്ങൾ തകർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ 3-ാം ദിവസം ഞാൻ പറയില്ല, ഞങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഹിന്ദു ആന്റി അങ്ങളുണ്ടായിരുന്നു. അവർ വന്ന് ഇങ്ങനെ ഇന്ന് സംസാരിച്ചിരുന്ന സമയത്ത് എന്റെ പപ്പ പറഞ്ഞൊരു കാര്യം, ഹല്ലേലൂയ, ഇങ്ങനെ പപ്പ എന്റെ പറഞ്ഞ് ലൈക്ക് ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല, ദൈവം എല്ലാം ചെയ്യാൻ സർവശക്തനാ എന്ന് പറഞ്ഞപ്പോ ഇവരെടുത്ത് വഴിക്ക് ചോദിച്ചു, അങ്ങനെ നിങ്ങളുടെ ദൈവം എന്താ നിങ്ങളുടെ മോനെ രക്ഷിക്കാഞ്ഞെന്ന്.
ഞാൻ കേട്ട് ഒത്തിരി വിഷമിച്ചു എന്റെ പ്രിയ ദൈവമേ, അവരെന്താ അങ്ങനെ ചോദിച്ചത്, അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നല്ലോ കർത്താവേ, ഹല്ലേലൂയ. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊക്കെ എന്റെ മാതാവിന്റെ പിതാവിന് വിശ്വാസം ഒത്തിരി ഉറപ്പിച്ചു. എന്റെ പപ്പ എന്റെ ബ്രദറിന്റെ ബോഡി അല്ലെങ്കിൽ നമ്മള് കുഴിയിലേക്ക് വെക്കൂലോ, ലൈക്ക് ഇങ്ങനെ വെക്കണ സമയത്ത് ദൈവസന്നിധി ബ്രദർ ചേർക്കപ്പെട്ടു. എന്റെ ബോഡി താഴ്ത്തി വെക്കുമ്പോ എന്റെ പപ്പ നല്ല വിഷമിച്ചിരിക്കുക അവസ്ഥ എനിക്കറിയാം. ബിക്കോസ് പപ്പ വാക്കുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി കരഞ്ഞോണ്ടിരിക്കുവാണ്. എന്റെ ലാസ്റ്റ് പറയാനൊരു സമയം തരുമല്ലോ, പറയാൻ സമയത്ത് എന്റെ പപ്പ ആകെ ഒരു സെന്റൻസാ പറഞ്ഞത്. അതെനിക്ക് ഒത്തിരി ഒത്തിരി ബലപ്പെടുത്തിയ സെന്റൻസ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കിപ്പോ ഒരു കുഞ്ഞുമോനുണ്ട്. ലൈക്ക് പക്ഷെ ഞാൻ അവന് ചെറിയൊരു കോറൽ പറ്റുമ്പോൾ ഞാൻ പെട്ടെന്ന് ലൈക്ക് എനിക്ക് ഭയങ്കര വിഷമം വരും, പേടി വരും. ദൈവം എന്തോ പറ്റിപ്പോയ കർത്താവ് എന്നിങ്ങനെ വിചാരിക്കും ഞാൻ. അല്ല, പക്ഷെ ആ ഒരു നിമിഷത്തിൽ ഞാൻ ഇന്നും വിശ്വസിക്കാൻ ദൈവമാണ് എന്റെ മാതാപിതാക്കൾ ബലം കൊടുത്തത് പറയിപ്പിച്ചത്. യഹോവ തന്നു, യഹോവ പറയാൻ ഭയങ്കര എളുപ്പപ്രിയ, യഹോവ തന്നു, യഹോവ എടുത്തു. പക്ഷെ ആ സാഹചര്യം കടന്നു പോണ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പലതും നമുക്ക് പറയാൻ തോന്നും, പല വിഷമങ്ങളും സങ്കടങ്ങളും പരിവരവും. പക്ഷെ അതൊന്നും പറയാതെ പപ്പ പറഞ്ഞ ആ ഒരു വാക്ക് എന്ന് പറയുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമത്തെപ്പെടുമാറാകട്ടെ. ദൈവത്തെ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ നിലനിർത്തി, അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം കടന്നു വരുമായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് പ്രിയ ഞാൻ പറഞ്ഞ പോലെ ദൈവന് ഒത്തിരി ഉന്നതമായ സ്ഥലത്ത് ദൈവം കൊണ്ടുവന്നു. എന്റെ പഠിത്തത്തെ ദൈവം അനുഗ്രഹിച്ചു, എന്റെ സ്പോർട്സ് ലൈൻ ദൈവനെ നാഷണൽ എത്തിച്ചു. അങ്ങനെ എന്റെ ഫോട്ടോസ് മാഗസിൻ അവിടെ ഒക്കെ വരാൻ തുടങ്ങി. അവിടെ സ്കൂളിലെ മാഗസിൻ ആണെങ്കിലും ബാക്കിയുള്ളടത്താണെങ്കിലും വരാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരൊക്കെ അറിയാൻ ദൈവം പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ആന്റി അവരെ കുടുംബം വന്ന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്നേ, അവര് ഇടയ്ക്ക് ഇങ്ങനെ വരും. അവർ വിഷമൊക്കെ സങ്കടമൊക്കെ എന്റെ മമ്മിയുടെ അടുത്ത് വന്നാ പറയാം, പ്രാർത്ഥിക്കാൻ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ പറഞ്ഞു, എടി ലീല നിനക്ക് എന്തോ വിഷമം, നിന്റെ മോൻ പോയെങ്കിലും നിന്റെ മോളെല്ലാം നിനക്ക് ചെയ്തു തരുന്നില്ലേ? കാരണം ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോകണം ഞാനാണ്, പിന്നെ വല്ല ഇങ്ങനെ സമയം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ പോകും, എപ്പോഴും പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ എപ്പോ നോക്കിയാലും പ്രാർത്ഥന. പക്ഷെ എല്ലാത്തിലും എന്റെ മമ്മീനെ കൊണ്ടുപോകുന്നു ഞാൻ, പപ്പേനെ ഞാൻ 3 നേരം കൂടി പോകും. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ നീ എത്ര സർവശക്തനാ, ഈ പറഞ്ഞ ആൾക്കാരെ വായിൽ നിന്ന് നീ പറയിപ്പിച്ചുവല്ല. നിന്റെ മോൻ പോയെങ്കിൽ എന്തുവാ, ദൈവം നിനക്ക് മോൾ തന്നില്ലയോ? ഹല്ലേലൂയ. എന്റെ അച്ഛൻ സർവശക്തനാണ്, ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വാക്ക് മാറാത്ത കർത്താവാണ്. ഹല്ലേലൂയ. നമ്മളെ കടന്നു പോകുന്ന ഏത് സാഹചര്യം എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യം ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി മല മറക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മുങ്ങി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പോർട്ടിൽ യേശു ഉണ്ടെങ്കിൽ നമ്മുടെ പടക് ഈ ലോകത്ത് മുങ്ങി പോകത്തില്ല. ദൈവം നമ്മൾ ഈ പടക് ദൈവം അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ ദൈവം നമ്മൾ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. കാരണം നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനി, സർവ്വവ്യാപിയായ ദൈവമാണ്. ദൈവം ചെയ്യുന്ന ഒരിക്കലും തിന്മയ്ക്കല്ല, ദൈവം ചെയ്യുന്ന എല്ലാം നന്മ. ഗോഡ് ഹാസ് എ ബിഗ് പ്ലാൻ ഫോർ us. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം നാമത്തെപ്പെടുമാറാകട്ടെ. ദൈവം പയ്യെ പയ്യെ വളർന്നു വരുമ്പോൾ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. നാമത്തിൽ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു ലൈക്ക് മോളെ ഒരു ബ്രദർ ഇല്ല വീട്ടില്, നാളെ എല്ലാവരും പറയും ലൈക്ക് ഒന്നും കിട്ടില്ല, അതുകൊണ്ടായിരിക്കും പോയി ബൈബിൾ കോളേജ് ചേർന്ന്, അതിന്റെ ആവശ്യമില്ല, നീ പഠിച്ച് നല്ലൊരു ഡിഗ്രി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം, നീ എന്നാ പറയുന്നത്, നീ ബൈബിൾ കോളേജ് പിന്നെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഞാൻ ദൈവസ്ഥാനത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വസിക്കും ദൈവത്തിന് അത് ഹിതമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് നല്ലോണം രുചിച്ചറിയാൻ ദൈവം സഹായിച്ചു. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പോകത്ത് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ നല്ലോണം മോൾഡ് ചെയ്യാൻ തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ദൈവം ശരിക്കും എന്നെ മോൾഡ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഞാൻ പിന്നെ ആരോട് എൻഗേജ് ആവാൻ അങ്ങനെ പോകത്തില്ല. എന്റെ ഫ്രണ്ട്സിൽ വിളിച്ചാലും ഞാൻ പറയും ലൈക്ക് ഫുഡ് ലഞ്ചിന്റെ ബ്രേക്ക് അടിക്കുമ്പോഴത്തേനും ഞാൻ എന്റെ ടിഫിനും എന്റെ ബൈബിളും പഠിച്ച് ഞാൻ ഇറങ്ങും. ഞാൻ ചെറുപ്പം മുതൽ ഇന്ന് ടിൽ നൗ ഇന്ന് വരെ ഞാൻ എവിടെ ചെന്നാലും എന്റെ ബൈബിളാണ് എന്റെ കൂടെ. ബിക്കോസ് ഞാൻ എല്ലാവരും പറഞ്ഞത് ജീസസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ബൈബിളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം ഞാൻ വിഷമിച്ച് തകർന്നിരിക്കുന്ന സമയത്ത് ഇത് കെട്ടിപ്പിടിച്ച് ഞാൻ കരയുമ്പോൾ എനിക്ക് കിട്ടുന്ന സമാധാനം എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമം, പ്രയാസം, കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വചനം മാറോട് ചേർത്ത് നമ്മൾ കരയുമ്പോൾ ദൈവം നമ്മളോട് ശരിക്കും സംസാരിക്കും. ഇത് കേൾക്കുന്ന ആരും ഞാൻ പറഞ്ഞെടുക്കാൻ, നിങ്ങൾ വിഷമത്തിൽ നിന്ന് ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഓർത്ത് വിഷമിക്കരുത്. ഈ വചനം പിടിച്ച് ഹല്ലേലൂയ ഈ വചനം വായിച്ച് ആ സന്നിധിയിൽ നിന്ന് കരയണം. അപ്പച്ച ഞാനിങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്റെ അവസ്ഥ ഇന്ന് ഇതാണോ അപ്പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ആരുണ്ടാവില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന മാതാപിതാക്കൾ, ആരും നമ്മുടെ വേദന അറിഞ്ഞില്ലെങ്കിൽ അറിയുന്ന ഒരു പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ ആകട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവനാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞാൻ സയൻസ് സ്ട്രീം എടുത്തു, പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ +2 കഴിഞ്ഞിട്ട് PMT എക്സാം എഴുതി, എന്റെ BDS സെലക്ഷൻ കിട്ടി.
പക്ഷെ എനിക്ക് നഴ്സിംഗിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എന്റെ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വിദേശത്ത് വരുമ്പോ ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ. സോ എനിക്ക് നഴ്സിംഗിനോട് ഇച്ചിരി താല്പര്യം കൂടുതലുണ്ടായിരുന്നേ. അങ്ങനെ നഴ്സിംഗ് ചെയ്യാൻ എന്റെ മമ്മപ്പയ്ക്ക് അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ നഴ്സിംഗ് ചെയ്യാൻ പോയി. അല്ലെങ്കിൽ ഞാൻ പോയ സമയത്ത് ദൈവനാമത്വപ്പെടുമാറാകട്ടെ, അപ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ളൊരു ചിന്തയുണ്ട്, കർത്താവെ എനിക്ക് ദൈവവചനം പഠിക്കാനായിരുന്നു ആഗ്രഹം, കർത്താവെ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ യേശപ്പച്ച. ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമായിട്ട് ഉപരി ദൈവം എനിക്ക് ദൈവത്തിന് വേറെ ചെയ്യണം യേശപ്പച്ച. ഞാൻ ഇവിടൊക്കെ പോയ ആരും എനിക്ക് ദൈവവേല ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ലല്ലോ യേശപ്പച്ച. ഇങ്ങനെ ഞാൻ വിഷമി. പക്ഷെ ദൈവം ഒത്തിരി വലിയവനാ പ്രിയരെ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അറിയത്തില്ല, നാളെ എന്ത് നടക്കുന്നു നമുക്കറിയത്തില്ല. പക്ഷെ നമ്മളെ അറിയുന്ന ഒരു പിതാവുണ്ട്. നാളെ എന്ത് വരും, നാളെ എന്തുണ്ടാവണം, അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ഒക്കെ ദൈവം ഓൾറെഡി നിർണയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ദൈവം പ്രാർത്ഥിച്ചാൽ, വചനത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. ഞാൻ നഴ്സിംഗ് കോളേജിൽ പോകുന്നു. നഴ്സിംഗ് കോളേജിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ ഞാൻ തുടങ്ങിയപ്പോ അവിടെ ഞാൻ ഒരു പ്രേയർ സെൽ ദൈവം എനിക്ക് തന്നു. ആ പ്രേയർ സെല്ലാണെങ്കിൽ ഞങ്ങൾ 3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കൂട്ടിയിട്ട് 2 ആൾക്കാർ, അങ്ങനെ ഞങ്ങൾ 3 ആൾക്കാരുടെ പ്രാർത്ഥന തുടങ്ങിയത്. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിറങ്ങിയപ്പോ അല്ലെങ്കിൽ ഞാൻ 4th ഇയറിലായ സമയത്ത് അവിടെ 40 to 50 സ്റ്റുഡൻസ് ദൈവം എനിക്ക് അവിടെ നൽകി തന്നു. ഹല്ലേലൂയ. അതിൽ എന്റെ സീനിയേഴ്സ്, എന്റെ ജൂനിയേഴ്സ്, ഞങ്ങളെല്ലാം കൂടിയിട്ട് നല്ലൊരു പ്രെയർ ഗ്രൂപ്പ് അവിടെ ദൈവം നൽകി തന്നു. കാരണം ദൈവം അതുപോലെ അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. പലർക്ക് വന്ന് പല വിഷമങ്ങൾ പറയുമ്പോൾ ദൈവം അത്ഭുതം. അവിടെ എന്റെ പാസ്റ്റർ ആന്റിന്നും മദർ ടെറസ് അങ്ങനെ ഒരു പേര് കളിയാക്കി ഇങ്ങനെ വിളിക്കും. പക്ഷെ അതൊന്നും എനിക്ക് ഭാരമല്ലായിരുന്നു. കാരണം എന്ന് എനിക്കറിയാം, അതിന്റെ ദൈവം സർവ്വശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ പോയ എനിക്ക് ഏറ്റവും ആദ്യം എന്റെ ആഗ്രഹം ദൈവം അവിടെ എന്റെ സത്യദൈവത്തെ അവർ അറിയണം. ബിക്കോസ് അവര് അറിയാതെ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ദൈവത്തെ അറിയാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ പ്രിയരെ. അല്ലെങ്കിൽ എന്റെ ദൈവം എന്താ പറയാ, ഹീസ് നോട്ട് എൻ ഐഡൽ. ദൈവം ഒരു മൂർത്തിയല്ല. അല്ലെങ്കിൽ അതൊക്കെ ഇവര് മനസ്സിലാക്കണം. അവരെന്തോ ഒരു ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു സത്യദൈവത്തിന് മുമ്പിൽ ഇത്ര ഭക്തി കാണിച്ചായിരുന്നെങ്കിൽ ദൈവം എത്ര അവരെ അനുഗ്രഹിച്ചേനെ. ഇതൊക്കെ ഒരു ചിന്ത ഉള്ളിൽ വരുമ്പോൾ ഞാൻ ദൈവവചനം അവരോട് പറയാറുണ്ടായിരുന്നു. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ദൈവം അതിൻ്റെ ഓരോ വഴികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം തുറന്നു തന്നു. അതെല്ലാം പറയാം, ഇപ്പൊ സമയമില്ല, ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോവാണ്. മെയിൻ ആയ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോളേജിൽ 4th ഇയറിൽ എത്തിയ സമയത്ത്, 4th ഇയർ ലൈക്ക് തുടങ്ങി, എന്റെ 4th ഇയർ ഒക്കെ തുടങ്ങി. ആ സമയത്ത് എന്റെ കോളേജിൽ ഫസ്റ്റ് സ്റ്റുഡൻസിന് എടുത്തു. അതിനൊരു പെങ്കൊച്ചായിരുന്നു, ജാഗ്രതി എന്നൊരു പെങ്കൊച്ച്. ആ പെങ്കൊച്ച് ഠാക്കൂർ ഫാമിലി, ഒരു ഹിന്ദു പണ്ഡിറ്റ് മോളായിരുന്നു. അവരുടെ പപ്പ പക്ഷെ സ്കൂളിലെ പ്രിൻസിപ്പൾ, അങ്ങനെ എന്തോ സ്കൂളിലെ ടീച്ചർ പ്രിൻസിപ്പൾ സംതിങ് ആയിരുന്നു. അപ്പൊ ഈ പെങ്കൊച്ച് ഇങ്ങനെ വന്നു ഒരു ദിവസം ഇങ്ങനെ കരയുവാ, ഒരു സ്റ്റെയറിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈശോയുടെ താഴ്ച അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് ഞാൻ പോയി. അപ്പൊ ഇങ്ങനെ കരയുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോ സീനിയേഴ്സിന് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതേ ആൾക്കാർ പിന്നീട് എന്നെ സ്നേഹിച്ചു. ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. അപ്പൊ ഞാൻ പല ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എനിക്ക് എന്റെ തൊണ ശരിക്കും ഞാൻ പറയാറുണ്ട്, ആ ശരിക്കും കണ്ണുനീര് തലോണയായിരുന്നു. എന്നെ ആൾക്കാർ നോവിപ്പിക്കുമ്പോ വിഷമിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ വന്ന് ആരോടും പറയത്തില്ല. ഞാൻ അന്നും ഇന്നും മനസ്സിലാക്കിയ ഒരു കാര്യം, ചെറുപ്പം ഒന്നിനും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയില്ല. പക്ഷെ ദൈവമാണ് എന്നെ അന്നും ഒന്നും താങ്ങിക്കൊണ്ടിരുന്നത്. എന്റെ ബ്രദറൊക്കെ പോയി കഴിഞ്ഞപ്പോ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ, അവിടെ ഒന്നും ദൈവം എന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വിഷമം ദൈവസ്ഥാനത്ത് പറഞ്ഞ കിടക്കുന്ന കരയുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ആവാറുണ്ടായിരുന്നു. ദൈവത്തെ കാര്യം വന്ന് തുടർന്നുണ്ട് എന്നോട് പറയുന്നത്, നമ്മൾ നീ വിഷമിക്കണ്ട, ഇതിന്നൊക്കെ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും, ഞാൻ ഇവിടെ നിന്ദിക്കാനല്ല നിന്നെ കൊണ്ട് നിൽക്കണേ, ഞാൻ നിന്നെ മാനിച്ചു നിർത്തും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ ആ സമയത്ത് ഒത്തിരി അപ്പോസിറ്റ് ആയ. കാരണം പലവട്ടം ഞാൻ വിചാരിച്ചു, കർത്താവ് അല്ലെങ്കിൽ ഇത്ര കഷ്ടം എനിക്ക് അനുഭവിക്കുമെങ്കിൽ പലവും ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് ഈ പെങ്കൊച്ച് ഇങ്ങനെ കരയാൻ പെങ്കൊച്ചിന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, നീ എന്തിനാ കരയുന്ന കുഞ്ഞെന്നിങ്ങനെ ചോദിച്ചു. ബേട്ടാ ക്യൂർ പറയും അങ്ങനെ ചോദിച്ചു. അപ്പൊ അവളൊന്നും മിണ്ടി ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ലൈക്ക് ഞാൻ പോയില്ലോ, അന്ന് ഞാൻ പോയി, ഇവിടെ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓരോ ആൾക്കാർക്ക് ഓരോ ബിഹേവിയർ ആണ്. അപ്പൊ നമ്മൾ പോയി, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി പോയി തിരിച്ചു വന്നപ്പോ ഒരു മുറിയിൽ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുവാണ്. അപ്പൊ അവിടെ എന്താ നടക്കണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ചോദിച്ചു, ഇവിടെ എന്തോ നടക്കണേ ചോദിച്ചു. അപ്പൊ അവരെ എന്നോട് പറഞ്ഞു, ലൈക്ക് ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, അവൾക്ക് ഇങ്ങനെ ഹിന്ദിയിൽ പറയും ഭൂത്തായെന്ന് പറയും. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ഭാഷയിലെ ദുഷ്ടാത്മാ വന്നെന്ന് പറയുന്നു. അങ്ങനെ അങ്ങനെ ഈ പെങ്കൊച്ചു എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ഇതൊക്കെ അറിഞ്ഞ പിന്നെയാ അതിന് വാർഡൻ എന്നോട് പറഞ്ഞു, വിനീറ്റ, നീ പറയാറില്ലേ നീ ദൈവം, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അപ്പൊ ഞാൻ അതേ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കൊച്ചിന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ഞാൻ
ഹല്ലേലൂയ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചു, പക്ഷെ ഇങ്ങനത്തെ ഒരാൾക്കും ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സായി പോയി. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം, ദൈവം ആദ്യം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു പ്രിയ. അത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ 6ാം ക്ലാസ് മുതൽ വചന ട്രാൻസ്ലേഷന് വേണ്ടി പോവാറുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ദൈവം അങ്ങനത്തെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. 6ാം ക്ലാസ് മുതലിങ്ങനെ ഞങ്ങളുടെ അവിടെ സണ്ണി പാസ്റ്റർ പാസ്റ്ററുകൾ വന്നായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. അപ്പൊ ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയും. ഞങ്ങളായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വചന ട്രാൻസ്ലേഷൻ ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ട്രാൻസ്ലേഷൻ എന്നെ കൊണ്ടുപോകും. വീട്ടിലാണ് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ആളെങ്കിലും അപ്പൊ ട്രാൻസ്ലേഷൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ദൈവം അങ്ങനെ പയ്യനെ ദൈവം വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ 8th ക്ലാസ്സിലൊക്കെ അപ്പൊ പുറത്തുനിന്ന് പാസ്റ്റർമാരൊക്കെ വരുമ്പോ ദൈവം സഹായിച്ചു. ദൈവകൃപയാൽ ട്രാൻസ്ലേഷൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട് ഇതിൽ ചെയ്യുവാൻ ദൈവകൃപയെ തന്നു. ദൈവത്തിന്റെ ദാനമാണത്. അല്ലെങ്കിൽ ദൈവമാണ് ആ കൃപ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ പോലീസ് മത്ത എന്ന പാസ്റ്റർ, തൃശ്ശൂരത്തെ പാസ്റ്ററാണ്. അപ്പൊ ഞാൻ IPC ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പാസ്റ്റർ വന്നിങ്ങനെ വചന ട്രാൻസ്ലേഷൻ പാസ്റ്ററുകൾ കൊടുത്തു. ഇപ്പൊ പാസ്റ്ററുകൾക്ക് ദുഷ്ടാത്മാവിന്റെ മേൽ പ്രത്യേകം അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ കൂടുന്ന പ്രാർത്ഥന പേടിച്ച കണ്ണടച്ചൊക്കെയാ ട്രാൻസ്ലേഷൻ. അപ്പൊ പാസ്റ്ററുകൾ പേടിക്കരുത്, കണ്ണടച്ച് നീ വിശ്വാസത്തോട് നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്യണം. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവം അപ്പൊ ഞാൻ കണ്ണു തുറന്ന് ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ദൈവനോട് ഒത്തിരി കാര്യം അപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല നാളെ എന്താ വരാൻ പോണേ. പക്ഷെ എന്റെ പപ്പ, എന്റെ യേശപ്പച്ചൻ അറിയായിരുന്നു നാളെ എന്താ വരാൻ പോണേ. ഹല്ലേലൂയ. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, അങ്ങനെ 4th ഇയർ എത്തിയപ്പോ ഈ കൊച്ചിനിങ്ങനെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഹൃദയത്തിൽ ഓർമ്മ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എങ്ങനെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു, ദൈവത്തിന് വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അപ്പൊക്കെ ദൈവനോട് സംസാരിച്ചൊരു കാര്യമുണ്ട്, മോളെ കടന്നു പോകാത്ത സ്ഥലത്ത് വേണ്ടി ഞാൻ നിന്നെ നിർത്തിയത്. ഇവിടെ പാസ്റ്റർമാർക്ക് വരാൻ പറ്റത്തില്ല, ഈ നഴ്സിംഗ് കോളേജിനുള്ളിൽ പാസ്റ്റർമാർക്ക് വരാൻ പറ്റില്ല, അവർക്ക് ദൈവവചനം പറയാം. പക്ഷെ നിനക്ക് അവരുടെ മധ്യം നിന്ന് നിനക്ക് വചനം പറയാൻ പറ്റും. ഈ ആയിരിക്കുന്ന കേൾക്കുന്ന എല്ലാ ജനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങൾ എവിടെയാണ് നിർത്തിക്കണേ അവിടെ ദൈവത്തിന് ഒരു വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നിങ്ങൾ എവിടെയാണ് നിർത്തിക്കേണ്ടത് ദൈവം അവിടെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ദൈവം സർവ്വശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ പലവട്ടെങ്കിലും വിചാരിച്ചിട്ടുണ്ട്, കർത്താൻ ഒരു പാസ്റ്റർ മോളായിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ലൈക്ക് ഓരോ അവസരങ്ങളും അവരുടെ മക്കളെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടൂലോ. പക്ഷെ ദൈവം നാം മഹത്വപ്പെടുമാറാകും. ദൈവത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ. എന്റെ പപ്പ വിശ്വാസിയാണ്, പക്ഷെ എനിക്കൊരു പിതാവുണ്ട്, ഈ ലോകത്തുണ്ടാക്കിയ എന്റെ കർത്താവുണ്ട്. ഞാൻ ആ ദൈവത്തിന് സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവം വിചാരിച്ചാൽ എല്ലാം സാധ്യമാണ് എന്ന് ദൈവം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഓരോ നിമിഷം, ഓരോ സമയത്ത്, ഓരോ സ്ഥലത്ത് ദൈവം ഉപയോഗിക്കുന്ന പോലെ ദൈവം എന്നെ ഉപയോഗിച്ചു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ 4th ഇയർ എത്തി ഞങ്ങൾ അവർക്ക് വേണ്ടി ദുഷ്ടാത്മാവായിരുന്നേ. ഞങ്ങൾ മുറിയിൽ കിടന്നു പോയ സമയത്ത് എന്റെ വാർഡൻ വന്നിട്ട് പറയുന്നു, മിനിറ്റ നീ പ്രാർത്ഥിക്കാം, അങ്ങനെ പറഞ്ഞു ലൈക്ക് നീ പ്രാർത്ഥന കേൾക്കലോ എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോണോട്ട് മനസ്സിൽ പേടി, ഒരു ഭയം ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നിന്നെ ബലം തരണം കർത്താവ്. ഞാനല്ല, യേശപ്പച്ചൻ തന്നെ ആ മുറിയിൽ പോകണം. ബിക്കോസ് ഞാൻ പോയാൽ ഞാൻ പരാജയപ്പെടും, പക്ഷെ എന്റെ യേശപ്പച്ചൻ പോയാൽ ആ ജയമായി തീരും. അപ്പൊ ഞാനല്ല പോണ്ടേ, ഞാൻ എന്റെ ആ മേരി നോക്കർ കാര്യക്കാരനാണ്. നീ എന്റെ മേലായിട്ട് നീ എന്നെ ഉപയോഗിക്കണം കർത്താവ് എന്ന് പ്രാർത്ഥന ആ മുറി കടന്നു പോകുന്നതിന്റെ കൂടെ ഞാനില്ലാത്ത സമയത്ത് ഒരു അലീഷ എന്നൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, എന്റെ ജൂനിയർ ആയിരുന്നു, അവള് പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് അകത്ത് കയറിപ്പോയി. അപ്പൊ വാർഡൻ അകത്ത് കയറായിട്ട് വാർഡനോട് പറഞ്ഞു, നിനക്കറിയോ ഇവിടെ എല്ലാ ഹിന്ദുക്കളുടെ പ്രാർത്ഥന കേട്ട് മുമ്പ് കുറെ ദോത്തി കട്ടാ പോകുക, 2-3 മണിക്കൂറായി തുടങ്ങിയിട്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചു. അപ്പൊ അവരിങ്ങനെ അഗർബത്തി വെച്ചിങ്ങനെ പൊള്ളിക്കും, അതൊക്കെ പൊള്ളിച്ച് കുറച്ചു വിട്ടുപോയി, വീണ്ടും വന്നു. അതുകൊണ്ട് പിന്നെ മുസ്ലിംസിനെ വിളിച്ചു, മുസ്ലിം പ്രാർത്ഥന പെങ്കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, അവരെ വിളിച്ചു. അത് അവളെല്ലാരും പിടിച്ചടിച്ചു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പോവാണെങ്കിൽ നീ സൂക്ഷിച്ചോണം, ബിക്കോസ് അവൾ പിടിച്ചടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ദൈവനാം മഹത്വപ്പെടുക. ഞാൻ പറയട്ടെ, ഈ വചനം പിടിച്ചതിനകത്ത് കയറി. ഹല്ലേലൂയ. ഇങ്ങനെ നെഞ്ചത്തോട് പിടിച്ചകത്ത് കതകിന്റെ അകത്ത് കയറിയപ്പോ ഞാൻ പറയാം, കർത്താവേ ഞാനല്ല, എന്റെ അപ്പച്ചനെ ഇറങ്ങി പോകണം. ഈ വചനത്തിൽ ശക്തിയുണ്ട് കർത്താവെ, ആ ശക്തി ആൾക്കാർ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജനിച്ചത് കൂടിയിരുന്ന ജനക്കൂട്ടത്തോട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഇവരോടൊക്കെ സ്റ്റഡി അവർ ഇൻചാർജ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മാം സ്റ്റഡി അവർ ഓൾറെഡി ടൈം ആയി, ഇവരുടെ പോകാൻ പറ. അങ്ങനെ വേണം എല്ലാവരും സ്റ്റഡി അവർ പറഞ്ഞു വിട്ടു. മെയിൻ ആൾക്കാരുടെ നിർത്തി, ടീച്ചർമാരെ നിർത്തി. എന്റെ വാർഡിന് അവിടെ നിന്ന് ഞാൻ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ ഈ ബൈബിൾ പിടിച്ചകത്ത് കയറുമ്പോഴത്തേക്കും ദൈവനാം മുഖത്തിന് ഞാൻ പറയട്ടെ, അവൾ ഓളിടാൻ തുടങ്ങി. ഇത് തീയാണേ എന്നെ രക്ഷിക്കണേ, ഞാൻ ഓടിപ്പൊക്കളാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓളിടാൻ തുടങ്ങി.
ഞാൻ പറയുന്ന പോലെയല്ല പ്രെയർ. ലൈക്ക് അവളൊരു മുടിയൊക്കെ തുറന്നിട്ട് കണ്ണൊക്കെ ആകെ ചുമന്ന് ഒരു ഭയങ്കര വികൃതമായ ഒരു അവസ്ഥയിലായിരുന്നു പെങ്കൊച്ചിന്. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവവചനത്തെ എഴുതിയ പ്രകാരം ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. ആ പെങ്കൊച്ച് അവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പതുങ്ങിപ്പോയി നിന്നു. ഹല്ലേലൂയ, മൂലയ്ക്ക് ഇങ്ങനെ പതുങ്ങിപ്പോയി നിന്നു. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് എന്റെ ഹൃദയത്തിൽ വന്ന ഒരു വചനം എന്താണെന്ന് അറിയാവോ? ഞാൻ ഹിന്ദിയിൽ, മലയാളത്തിൽ എന്ത് പറയുന്നത് കറക്റ്റ് അറിയത്തില്ല. ഹിന്ദിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, ദുഷ്ടാത്മാ ഏക് വ്യക്തി മേ താ. അതിന്റെ പേര് സേന എന്നായിരുന്നു. ഒരു നമ്മൾ വചനത്ത് വായിക്കുമ്പോ ഒരു വ്യക്തിയുടെ മേളില് ദുഷ്ടാത്മാവിന്റെ കുറെ ദുഷ്ടാത്മാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തു ആ വഴി കൂടെ പോകുമ്പോൾ ഇത് കണ്ട് ഓടി വന്ന് യേശുക്രിസ്തുവിന് മുമ്പിൽ എന്ത് ചെയ്തു? മുട്ടുകൾ മടക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. കറക്റ്റ് മലയാളത്തിൽ പറയാൻ എനിക്ക് അറിയത്തില്ല, ബിക്കോസ് ഞാൻ ഹിന്ദി ബൈബിൾ വായിക്കുന്നത്. ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ. ലഗ്നം. അപ്പൊ ആ ലഗ്നം ബാധിച്ച മനുഷ്യനാണെങ്കിലും അത് ദൈവസന്നിധിയിൽ എങ്ങനെയാണോ മുട്ടുമടക്കിയത്, ശരിക്കും ഞാൻ എന്നും വിശ്വസിക്കുന്നു, കർത്താവേ സ്തോത്രം, എന്റെ കയ്യിൽ എന്റെ ഒരു ഹോബിയോ എന്റെ ജീവിതത്തിൽ ഒരു കഴിവോ മിടുക്കൊന്നുമല്ല. നമ്മൾ അവിടെ ചെയ്യുന്ന നമുക്കൊന്നും ആയിരിക്കും, ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ. പക്ഷെ കൈ പിടിച്ച് ബൈബിൾ പിടിച്ച് പ്രാർത്ഥിക്കും. ബിക്കോസ് അവിടെ ദൈവാത്മാവിനോട് സംസാരിച്ച പോലെ അവിടെ പാസ്റ്റർമാർക്ക് ആ രാത്രി കടന്നു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജാണ് പഠിച്ചത്. അവിടെ പാസ്റ്റർമാർക്ക് കടന്നു വരാൻ അങ്ങനെ ലൈക് പേഴ്സണലി വന്ന് മീറ്റ് ചെയ്യാം, അത് പ്രാർത്ഥന ഒരു അവകാശം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം നാമത്വപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ അടുത്തുള്ള ഒരു ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്ന ഒരു വഴികൾ ദൈവം നാമത്വപ്പെടും. ഞാൻ പറയട്ടെ, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം അവൾക്ക് ഒത്തിരി സമാധാനം കൊടുത്തു. അങ്ങനെ 2-ാം ദിവസം ഞാൻ പോണു. പിന്നെ പയ്യെ ഇങ്ങനെ, പിന്നെ കുറച്ചു വീണ്ടും ഇത് വരുന്നു, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിന്നെ കുറയുന്നു, ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരു ദിവസം ഇപ്പൊ ഇവളുടെ പിതാവ് വന്നു. അപ്പൊ ഇവളുടെ പപ്പോട് ഞങ്ങളുടെ ഹിന്ദുവിലത്തെ കുറെ ആൾക്കാർ പറഞ്ഞു, ഇവൾക്ക് ഈ ടീച്ചർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്, ഇത് കൂടാണ്, ഞാൻ ഈ കൊച്ചിനെ പറഞ്ഞു വിടേണ്ടി വരും. ബിക്കോസ് നഴ്സിംഗ് ആണ്, നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് കെയർ ചെയ്യുന്ന ഫീൽഡാണ്. പക്ഷെ ഇവിടെ ഇവളുടെ കെയർ ചെയ്യുന്ന അവസ്ഥയാണ്. ഇവൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരും, ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇവൾ പറഞ്ഞു വിടുന്നു. അപ്പൊ ഇവളുടെ പപ്പ പറഞ്ഞു, ഇല്ല ഞാൻ ഇവിടെ നോക്കിക്കോളാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പെൺപിള്ളേര് വന്നിങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ലൈക്ക് അവിടുത്തെ സ്റ്റുഡൻസ് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഈ അങ്കിൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു ഇവിടെ വിനീറ്റ എന്ന് പറഞ്ഞ പെങ്കൊച്ചുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു. അവൾ പ്രാർത്ഥന നടത്താറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരവരുടെ പ്രാർത്ഥന ചെയ്യാറുണ്ട്, എന്ത് പറ്റിയും ചോദിച്ചു. പറഞ്ഞു അവളിവിടെ മതം മാറ്റാൻ വന്നേക്കുവല്ലേ, അവൾക്ക് എന്താ ആവശ്യം, ഞാനൊരു പണ്ഡിതാണ്, അവൾക്ക് എന്താ ആവശ്യം, അവൾക്ക് എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവൾക്ക് എന്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മതം മാറ്റുന്ന പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ കോളേജൊക്കെ പോയി തിരിച്ചു വരിക, ഇതെനിക്ക് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ പ്രിൻസിപ്പൽ എന്റെ വാർഡനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിങ്ങോട്ട് അകത്ത് കയറി വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ബാഗ് വെച്ചിട്ട് വരട്ടെ ടീച്ചറിന് ചോദിച്ചു. അപ്പൊ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പൊ വെച്ച് ഞാൻ വന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ വരെ നമ്മുടെ പ്രെയർ ഗ്രൂപ്പുകൾ ഒത്തിരി പിള്ളേര് വരാൻ, ഞാൻ പറയുന്നത് 40-50 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഒത്തിരി ആൾക്കാർ നമ്മുടെ പ്രെയറിൽ വരാറുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രെയർ ദൈവം തന്ന ഒരു പ്രെയർ ഗ്രൂപ്പാണ്, ഞങ്ങൾ ഒന്നുമല്ല. അല്ലെങ്കിൽ അങ്ങനെ അവിടെ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനാ നിൽക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ അകത്ത് തന്നെ വിളിച്ച് മാഡം വാസപ്പെട്ട് പറഞ്ഞു, വിനീറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. സുഖമായിരിക്കുന്നു വേണം. പ്രെയർ ഒക്കെ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നന്നായി നടക്കുന്നുണ്ട്. പ്രെയറിൽ ആരൊക്കെ വരാറുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം എല്ലാവരും വരാറുണ്ട്. ലൈക്ക് ഞാൻ ആരൊക്കെ വിളിക്കുന്ന എല്ലാവരും വരാറുണ്ട്. അപ്പൊ നീ ആരൊക്കെ വിളിക്കാറുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും പറയാറുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ നോർമൽ ലൈക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും പറയാറുണ്ട്. പിന്നെ വല്ല ബുദ്ധിമുട്ടായി വല്ലവരും എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രെയർ ഗ്രൂപ്പിൽ വാ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ജാഗൃതി വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ മേഡം വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നീ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യത്തെ 1-2 ദിവസം വിളിച്ചായിരുന്നു. പിന്നെ ലൈക്ക് അവൾ സ്വന്തം വരാറുള്ളത്. അവള് ലൈക്ക് ഇവൾക്കിനൊക്കെ വരുമ്പോ മാഡം ഇവളിങ്ങനെ ഈ ഹിന്ദുക്കൾ ഇങ്ങനെ അഗർബത്തി വെച്ചിങ്ങനെ കത്തിക്കും വയറ്റിലും കാലിലും. അവർക്ക് ഓരോരോ അതുകളുണ്ട്, അവൾക്ക് ഇങ്ങനെ വെച്ച് കത്തിക്കും. അപ്പൊ അവൾക്ക് ആ വേദന കഴിഞ്ഞ് ബോധം വരുമ്പോൾ അവൾക്ക് അവിടെ ഭയങ്കര നീറ്റവും വേദന. അപ്പോൾ അവളൊന്ന് എന്റെ അടുത്ത് കാണിച്ചു, നോക്ക് ചേച്ചി എന്നെ അവരങ്ങനെ ചെയ്തു, എനിക്ക് ആകെ സമാധാനം കിട്ടുന്ന ക്രിസ്ത്യാനി പ്രാർത്ഥനയില മാത്രമേ എനിക്ക് സമാധാനം കിട്ടണുള്ളൂ. അത് ശരിക്കും ഞാൻ പ്രാർത്ഥന ഇവിടെ വന്നിരിക്കുമ്പോൾ ചേച്ചിക്ക് പറയാൻ തരാൻ പറ്റത്തില്ല, എനിക്ക് അത്ര ഉള്ളിൽ സമാധാനം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ മാഡം പറയും ഇനി നീ വിളിക്കരുത്, കാരണം അവളുടെ പപ്പ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ലൈക്ക് മോള് ലൈക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, ലൈക്ക് അങ്ങനെയൊക്കെ മാത്രം പറഞ്ഞു. വലിയ കാര്യമൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. നീ ഫോർത്ത് ഇയർ പകുതി ആവാറായി, ഇനി 6 മന്തും കൂടെ ഉള്ളൂ 4th ഇയർ കഴിയാൻ വേണ്ടിയിട്ട്. നീ വെറുതെ നിന്റെ പഠിത്തമൊക്കെ ഇവിടെ നിർത്തി പോവും. ആരും ലൈക്ക്
4 വർഷം മാതാവ് കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പഠിപ്പിച്ചതാണല്ലോ. അവര് പറഞ്ഞു ഇതൊക്കെ ലൈക്ക് ഒന്നും ഇല്ലാതെയായി പോകും. ദർ ഇസ് നോ യൂസ്. ഇത്രയും വർഷം പഠിച്ചതിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് തരത്തില്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പോലീസിന് ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ കുറെ കാര്യം പറഞ്ഞു. അത് വിഷമായി. ഞാൻ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് വന്നു. ഞാൻ ദേവസ്ഥാനത്ത് കരഞ്ഞു. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിള്ളേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞപ്പോ കണ്ണ് നിറഞ്ഞിരിക്കുക. ചേച്ചി വന്നവരെ അവര് മുറി കൊണ്ടുപോയി. ആ മുറിയിൽ ഒത്തിരി മാക്സിമം പിള്ളേരുണ്ടായിരുന്നു. അതെ ഞാൻ മുറി കൊണ്ടുപോയി. മുറി കൊണ്ടുപോയി എന്നോട് പറഞ്ഞു ചേച്ചി കരയണ്ട, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം, ദൈവം അയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. ലൈക്ക് ചേച്ചി ഞങ്ങളിത് അറിഞ്ഞായിരുന്നു, പക്ഷെ ചേച്ചിയുടെ വന്ന് പറയാൻ പറ്റിയില്ല, ബിക്കോസ് ചേച്ചി ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി വിഷമം, ഒന്നും കേൾക്കുന്നില്ല, അവർ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഞാൻ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു യേശപ്പച്ച എന്തിനും എന്റെ കൂടെ ഇങ്ങനെ നടന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശപ്പച്ച. ആ കൊച്ചു ശരിയാൻ വേണ്ടി മാത്രമല്ലേ ഞാൻ പ്രാർത്ഥിച്ചോളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല യേശപ്പച്ച. ഒത്തിരി ഇങ്ങനെ ഈ ബൈബിൾ പിടിച്ച് ഇങ്ങനെ കരയുക, ഇങ്ങനെ കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ മനസ്സിലായി. പറഞ്ഞു ചേച്ചി വിഷമിക്കുക, ദൈവം എന്തായാലും ഉറപ്പായി പ്രവർത്തിക്കും. അങ്ങനെയൊക്കെ ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നടന്നു എന്റെ പ്രിയരെ. അത് കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ചിന് വീണ്ടും ലൈക്ക് ഈ പെങ്കൊച്ച് ഓടിയോടി എന്റെ അടുത്ത് പ്രാർത്ഥിക്കും. വരാണെങ്കിൽ വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ പറയും വേണ്ടെന്ന് പറഞ്ഞാലും ഇവള് മുറി തള്ളിന്ന് വന്നിരിക്കും, പ്രാർത്ഥിക്കും നമ്മുടെ കൂടെ. അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം. ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും കർത്താവേ, ടീച്ചർ അങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ആ കൊച്ചിന് ഒത്തിരി കൂടി ആ കൊച്ചിനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അതിന്റെ ആദ്യം അവർ ഒത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോ ഹിന്ദുക്കളുടെ അടുത്തായിട്ട് കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത് ഇങ്ങനെ ബുദ്ധിമുട്ട് വീണ്ടും തിരിച്ചു പറഞ്ഞു വിട്ടപ്പോ അവളെ അവരുടെ പപ്പ മൗലവി എന്ന് പറഞ്ഞ മുസ്ലിമുകളുടെ നമ്മുടെ പാസ്റ്റർമാരെ പോലെ അവർക്ക് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഇവളുടെ കയ്യിൽ കഴുത്തിൽ ഒരു കൊന്ന കിടപ്പുണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് നിൽക്ക് നൽകുന്നു പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിൽ അവർ പറഞ്ഞു ലൈക്ക് ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞ് ഊരി കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറഞ്ഞു ദൈവം ഓരോ വഴികൾ അവർ ഒരുക്കുമായിരുന്നു ദൈവത്തെ അറിയാൻ. അല്ല അങ്ങനെ പറഞ്ഞപ്പോൾ ആ മൗലവി എന്തൊക്കെ കൊടുത്തു, ഇത് വരുമ്പോഴത്തേനും ഇത് ഗ്ലാസ് കലിക്കങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ പെങ്കുച്ച് തിരിച്ചു വരുന്നു. ഒരു 10-15 ദിവസം കഴിഞ്ഞ പെങ്കുച്ച് തിരിച്ചു വരുന്നു. എന്നിട്ട് അവളുടെ പപ്പ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടീച്ചർ ഇനിയായ നിങ്ങൾ ഉറപ്പായിട്ട് എന്റെ കൊച്ചിനെ പറഞ്ഞു വിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അതൊക്കെ ദൈവം ഒരുക്കുന്ന ഒരു വഴികളായിരുന്നു. ഇവൾക്ക് ഇങ്ങനെ വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോ വീടുകൾക്ക് വരാൻ തുടങ്ങി. ഇവൾക്ക് വരുമ്പോഴത്തേക്ക് ഇത് പൗഡർ ഇട്ട് എന്തോ ഭസ്മം എന്തോ പറയും, എന്തോ എനിക്കറിയില്ല, എനിക്കറിയില്ല. അതിന്റെ കലിക്ക് ഇതിന് കൊടുക്കും. ഇവിടെ കുറെ മണിക്കൂർ അനസ്തീഷ കൊടുത്ത സെഡേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഇങ്ങനെ ഇന്ന് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ നാളെ കാലത്ത് അവൾ എഴുന്നേക്കത്തു. അത്രയും സെഡേഷൻ അവൾക്ക്. അതുപോലെ പെൺകൊച്ച് അങ്ങനെ കിടക്കും. അപ്പൊ അവൾക്ക് ബോധം ഒരു ഭയങ്കര മേലവേദന ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ ഞാൻ അവിടുത്തെ പെട്ടെന്ന് ഓടിപ്പോകും. കാരണം എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ മനസ്സിൽ ഭയം ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എന്റെ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇങ്ങനെ വീട് വന്നപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ ഇവളുടെ ഇവളുടെ പപ്പയെ വിളിച്ചിട്ട് ഇവള് ഇനി ലാസ്റ്റ് ആണ്, ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു വിട്ടു, റെസ്റ്റിഗേറ്റ് ചെയ്തു. ലൈക്ക് TC മാത്രം കൊടുക്കാൻ ബാക്കിയുള്ള എല്ലാം പറഞ്ഞു വിട്ടു. വീട്ടിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവൾ പോയി. അല്ലെ ദൈവനാമത്വം ഞാൻ പറയട്ടെ, ആ സമയത്ത് അവളുടെ പപ്പ ഒത്തിരി നുറുങ്ങി തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ വീണ്ടും അടുത്തുള്ള ക്രിസ്ത്യാനി ഒരു കുടുംബം വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ചർച്ചയായോ, നിങ്ങൾ ചർച്ച ഒന്ന് പ്രാർത്ഥിക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. അപ്പൊ ഭാര്യയും ഭർത്താവ് രണ്ടുപേരും മൊത്തം ആന്റി തീരുമാനിച്ചു അന്ന് ക്രിസ്ത്യാനി പ്രാർത്ഥന പോയി നോക്കിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പോയപ്പോ അവിടെ ഒരു മലയാളി ദേവദാസനായിരുന്നു. ദൈവനാമത്വം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ആ ദേവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. എന്നിട്ട് അവരോട് പറഞ്ഞു നമ്മൾ 7 ദിവസം ഉപവാസം ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം ഇവളും ഉപവാസം ഇരുത്തും. പക്ഷെ ഇവൾക്ക് ഉപവാസം ഇരുത്താൻ സാധാരണ സമ്മതിക്കും, എന്തെങ്കിലും അവളെ കഴിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ അവളെ അതാക്കും. പക്ഷെ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഉപവാസത്തെ പ്രാർത്ഥിക്കാം, ദൈവത്താൽ കഴിയാത്തൊന്നുമില്ല. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചവൾക്ക് ഒത്തിരി സമാധാനമായി. ലൈക്ക് 1 മാസം വരെ അവൾക്ക് ഒന്നും വന്നില്ല. ഈ പ്രാർത്ഥന കണ്ടിന്യൂ അവർ പോയിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെ അവരെന്ത് ചെയ്തു, അല്ല ദൈവത്തെ അറിയാൻ തുടങ്ങി. അതിന്റെ പിതാവ് വീണ്ടും ഞങ്ങളുടെ സ്കൂളിലേക്ക് തിരിച്ചു വരുന്നു. എന്റെ പ്രിൻസിപ്പളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ടീച്ചർ എന്റെ മോളെ എടുത്തോ, ഇനി അവളെ വലുതോ അവനെ ഉറപ്പായി കൊണ്ടുപോക്കണം. ലാസ്റ്റ് ഒത്തിരി റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ തിരിച്ചെടുത്തു. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, അതുകഴിഞ്ഞിട്ട് അവളുടെ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്. പറഞ്ഞു, ടീച്ചറെ, ഞാൻ ആദ്യം വന്നപ്പോ ഒരു കാര്യം പറഞ്ഞു, ക്ഷമ ചോദിക്കുന്നു, എന്റെ മോൾക്ക് വേണ്ടി ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പക്ഷെ ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞു വിനീറ്റിനെ വിളിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയി ഇനി വിളിക്കാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്തിനു എന്നെ വിളിക്കുന്നത്. അതായിട്ട് ഈ പെങ്കൊച്ചനെ വന്ന് കണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പെങ്കൊച്ചനെ വന്ന് കണ്ടപ്പോ പറഞ്ഞു, ചേച്ചി ഞാൻ തിരിച്ചു വന്നു എന്റെ അടുത്തൊന്ന് ഒത്തിരി സന്തോഷമുള്ള പറഞ്ഞു. പക്ഷെ അവളെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷൻ വെപ്പറാണ്. ബിക്കോസ് കുറച്ച് നാൾ മുകളിൽ പപ്പ ഒന്ന് കംപ്ലൈന്റ് ചെയ്തായിരുന്നു, ഇവിടെ പഠിത്തം നിർത്തും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞ എന്റെ പപ്പ വന്നിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹം. അപ്പൊ ഞാൻ വെച്ച് ദൈവമേ എന്റെ പഠിത്തം കഴിഞ്ഞു ഇത്തോടെ,
ഇത് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഒത്തിരി അകത്ത് പോയി ഒത്തിരി കരഞ്ഞു, യേശുച്ച പ്ലീസ് എന്റെ പഠിത്തത്തിനൊന്നും വരരുത്, എന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട കാശ് യേശുച്ച കൊടുത്തങ്ങനെ, യേശുച്ചനെ സഹായിക്കണം. പക്ഷേ യേശു നാമത്തിൽ ഞാൻ പറയട്ടെ, എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ അന്ന് അവരെ പിതാവ് പറഞ്ഞ വാക്കുകൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് ഞാൻ ഞാൻ അകത്ത് പോകാൻ മടിച്ച് നിൽക്കുക. അപ്പം 2-3 പ്രാവശ്യം പിയൂൺ വന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന പോലും. ഞാൻ പോയിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ച് നോക്കുക, എന്റെ പ്രിൻസിപ്പൽ നോക്കുന്നുണ്ടില്ലെങ്കിൽ ഒളിച്ചു നോക്കുക. അപ്പം മൂന്നാമത്തെ 4-ാമത്തെ വട്ടമാണ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയവരെ പ്രിൻസിപ്പൽ എന്നെ കണ്ടു. അകത്ത് കയറി വന്നു പറഞ്ഞു. ഞാൻ കർത്താവേ, മൊത്തം ടീച്ചേഴ്സ്. അന്നാണെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ചാൽ ഇത്ര പറഞ്ഞു അത് കുഴപ്പമില്ല, 2 ആൾക്കാർ വിളിച്ചാൽ ഇത് പറഞ്ഞത് കുഴപ്പമില്ല, ഇത്രയും ടീച്ചർമാരുടെ മുമ്പിൽ എന്തോ കർത്താവേ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഒരാളിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, പറഞ്ഞില്ല എന്റെ ജാഗ്രതി പിതാവ് വന്നിട്ടാണ് വിളിക്കണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി. ടീച്ചർ പറഞ്ഞു, ജാഗ്രതി പപ്പോട് പറഞ്ഞു, വിനീത, ഇത് വിനീതയാണ്, ഇത് ജാഗ്രതി. എന്നോട് പറഞ്ഞു ഇത് ജാഗ്രതി പപ്പയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴത്തേനും ആംഗ്ലി തിരിക്കിനെ ചേർന്ന് എഴുന്നേറ്റ് നിന്ന് എന്നോട് പറയും, മോളെ എന്നെ ക്ഷമിക്കണം, എന്നിങ്ങനെ കൈ എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞു. ഞാൻ ആംഗ്ലി പ്ലീസ് കൈയൊന്നും എന്റെ മുമ്പിൽ കൂപ്പരുത്, ഞാൻ അങ്ങളുടെ മോളുടെ ഒരു മോളാണ്, അതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അതിന്റെ പറഞ്ഞു, ഞാൻ അറിഞ്ഞ മോളെ, നിന്നോട് ഒത്തിരി നീ ഒത്തിരി ഇതൊക്കെ പറഞ്ഞു, നീ ഒത്തിരി കഷ്ടപ്പാടുകൾ കടന്നു പോയി ഞാൻ അറിയാം, എനിക്കറിയാം. പക്ഷെ ഇനി ഞാൻ ടീച്ചർമാരെല്ലാരും കൂടി വെച്ച് പറയാം, ടീച്ചർമാരെ ഞാൻ നിങ്ങൾ എല്ലാവരും പറയുക, എന്റെ മോൾക്ക് എന്ത് വന്നാലും ഇനി വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്, നിങ്ങൾ യേശുവിന്റെ പ്രാർത്ഥന, എന്നെ ക്രിസ്ത്യാനി പ്രാർത്ഥന മാത്രമേ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാവൂ എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കാത്ത കാര്യം, എന്നെ കുറിച്ച് എനിക്ക് അത്രയും അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാലോ. എടുത്ത വഴിക്ക് എന്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം എങ്ങനെയാന്ന് നോക്ക്. എന്റെ പ്രിൻസിപ്പൽ പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഓക്കെ നിങ്ങൾ വിശ്വാസത്തിൽ വന്നു, എനിക്ക് നല്ല കാര്യം, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അത് കേട്ടപ്പോ. പക്ഷെ നാളെ എങ്ങാനും നിങ്ങൾ വന്ന് പറഞ്ഞാലോ ഈ പെങ്കൊച്ച് വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു എന്ന്, നിങ്ങൾ ഞങ്ങൾക്ക് റിട്ടേൺ എഴുതി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവനാമത്തിൽ ഞങ്ങളുടെ കോളേജിന്റെ ലെറ്റർ ഹെഡിൽ വെച്ചിട്ട് അതിനകത്ത് എഴുതി, ലൈക്ക് ഞാൻ ജാഗ്രത പിതാവിന് എല്ലാ കാര്യം എഴുതിട്ട് പറഞ്ഞു, ഇനി വിനീത പോൾസൺ, അതുപോലെ ഈ സാഗർ എന്ന സാർ ഉണ്ടായിരുന്നു, അയാളും ദൈവവേലയ്ക്ക് നടക്കുന്ന ഒരാളാണ്, പക്ഷെ മാഷാണ്, പക്ഷെ ദൈവവേല ചെയ്യുന്ന ഒരാൾ, സാഗർ സർ എന്ന് പറഞ്ഞ ആളുടെ പേരും എഴുതി. എന്നിട്ട് എഴുതി, ക്രിസ്ത്യാനി പ്രാർത്ഥന മാത്രമേ എന്റെ കൊച്ചിന്റെ പ്രാർത്ഥിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തെന്ന് പറഞ്ഞറിയാവോ, ദൈവം എന്തോ ഒരു വലിയൊന്ന് ആലോചിച്ച് നമ്മളെ നിന്ദിക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവം നമ്മളെടുത്ത് മാനിക്കാൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറഞ്ഞ പ്രിയ കാരണം എന്നറിയാവോ? അല്ലെ ഞാൻ ഇപ്പൊ ഒന്ന് അകത്ത് പറഞ്ഞ എനിക്ക് എത്ര മനസ്സിലാവുന്നു. പക്ഷെ പഠിക്കുന്ന ഒരു പെങ്കൊച്ച്, ബിക്കോസ് ദൈവം സഹായിച്ച് ഞാൻ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യം നടന്നു. എന്റെ പ്രിൻസിപ്പളും എന്റെ വാർഡും പറഞ്ഞു, ഇപ്പൊ നല്ല മാർക്സ് കിട്ടിയില്ലെങ്കിൽ നിന്റെ പഠിത്തം പ്രയറൊക്കെ കൂട്ടും എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്. ആ സമയം ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു, എല്ലാവരും മുമ്പിലൊക്കെ പറയുന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമാണ്. പക്ഷെ ഞാൻ എല്ലാവരും കൂടി നിന്ദിക്കുമ്പോ രഹസ്യത്തിൽ പോയി എന്റെ പപ്പോടും ഞാൻ പറയും, അതാണ് എന്റെ യേശപ്പച്ചൻ. ഞാൻ കരഞ്ഞു യേശപ്പച്ചൻ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, യേശുവിന് പഠിക്കാൻ ബുദ്ധി തരാം. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ ഒരിക്കലും പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വലിയ തേരുക, ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതിനോട് സകലവും ഞാൻ നിനക്ക് തരാമെന്ന് ദൈവം സർവശക്തനാണ്, വിശ്വസ്തനാണ് പ്രിയരെ. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ പോയി പ്രേയേഴ്സ് നടത്തി വരുമ്പോൾ ചിലപ്പോൾ 12 അത് നീണ്ടു പോകണം അറിയത്തില്ല. ഓരോ പ്രശ്നങ്ങളനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നീണ്ടു പോകണം, അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ നീണ്ടു. പക്ഷെ ആർക്കും എന്റെ കൂടെ പ്രേയേഴ്സ് എല്ലാം ഒരു കുഞ്ഞു പോലും തോറ്റിട്ടില്ല. പ്രേയേഴ്സ് അവർക്കൊക്കെ ദൈവം നല്ല മാർക്സ് കൊടുത്തു. ബിക്കോസ് എന്റെ പ്രാർത്ഥന വിഷയമായിരുന്നു, ഒരു കുഞ്ഞു പോലും തോറ്റു പോകരുത്, അവർക്ക് നല്ല മാർക്സ് കിട്ടണം. ഞാൻ പറയട്ടെ, ദൈവം എനിക്ക് എന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 ആൾക്കാർക്ക് ഫസ്റ്റ് റാങ്ക് ഒരുമിച്ച് കിട്ടിയ, അത് മാത്രമല്ല ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് തന്നു. ദൈവം എത്ര വിശ്വസ്തനാ. ഞാൻ അത്ര പഠിച്ചോന്ന് ചോദിച്ചാൽ അത്ര പഠിച്ചിട്ടില്ല, അല്ലെ എനിക്ക് അത്ര കഴിവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്ന ആരും ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ ആഗ്രഹിക്കും, ഡോണ്ട് ഫോഴ്സ് ദ ചിൽഡ്രൻസ്. കുഞ്ഞുങ്ങളെ എല്ലാ കാര്യവും നമ്മൾ പഠിക്കാനൊക്കെ പറയണ്ട ഞാൻ പറയത്തില്ല, പറയണം. പക്ഷെ ആത്മീയ കാര്യങ്ങൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയ വളരുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. അവർ നടത്തുന്ന ഒരു കർത്താവുണ്ട്. കാരണം പറയാമോ ഞാൻ അങ്ങനെ പറഞ്ഞത്? അല്ലെ എന്റെ എക്സാം പേപ്പറിൽ വരുന്ന ഓരോ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ദൈവമേ സ്തോത്രം എങ്ങനെ പറയണം, ലൈക്ക് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ എന്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കത്തില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൈ വെച്ച് പ്രാർത്ഥിച്ചു പറയും, യേശപ്പച്ച ഈ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ടീച്ചർമാർ യേശപ്പച്ച ഉണ്ടാക്കിയത്, അവർക്ക് ബുദ്ധി യേശപ്പച്ചനാ കൊടുത്തേ, യേശപ്പച്ച എനിക്ക് ബുദ്ധി തരണം, ആ സോൾവ് ചെയ്യാൻ ബുദ്ധി യേശപ്പച്ച എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ അന്ന് കാലത്തിട്ട് എന്തൊക്കെയാ പഠിച്ച് അതിന്റെ അപ്പുറം ഞാൻ എല്ലാരും പറയുന്നു എന്റെ സിലബസ് കഴിഞ്ഞു, എന്റെ സെക്കൻഡ് ടൈം ഇത് കേൾക്കുന്നത് ഞാൻ വിചാരിക്കും എന്റെ കർത്താവ് എന്റെ ഫുൾ പുസ്തകം പോലും പഠിച്ചു കഴിഞ്ഞില്ലാലോ കർത്താവ്, ഞാൻ എന്ത് പോയി എഴുതും. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ ദൈവസന്നിധി ചെലവാക്കിയ സമയം, എന്റെ ദൈവം കടക്കാരനല്ല.
എന്റെ ദൈവം ആരുടെ കടക്കാരനല്ല. അത് നിങ്ങൾ കാശ് കൊടുക്കുകയാണെങ്കിലും സമയം കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ദൈവം ഒരിക്കലും കടക്കാരനല്ല. അല്ലല്ലോ. കാരണം ദൈവനാമം ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥനയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എഴുതും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇഷ്ടംപോലെ സപ്ലിമെന്ററി അപ്പൊ പഠിച്ചിറങ്ങും. എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും, ഒന്നും പഠിക്കാതെ പോവുകയും ചെയ്യും, ഇഷ്ടംപോലെ സപ്ലിമെന്ററി വാങ്ങുകയും ചെയ്യും, എന്തുവാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയും, എന്നെ എന്റെ ദൈവമാണെങ്കിൽ പറഞ്ഞു തരണം. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ചില ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വരുന്ന അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, അതിൻ്റെതായ എന്തെങ്കിലും ഉത്തരം ദൈവം തലയിൽ തരും. ഞാൻ അത് അവിടെ എഴുതി വെച്ച് വരും. ദൈവനാമത്തിൽ ദൈവം എനിക്ക് നല്ല റാങ്കോട് കൂടി, അല്ലെങ്കിൽ ദൈവം അവിടെ പഠിച്ച് വിത്ത് ഡിസ്റ്റിങ്ഷൻ വിത്ത് റാങ്ക് ഹോൾഡർ ആയിട്ട് എന്റെ കോളേജിൽ എനിക്ക് പഠിച്ചിറങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ദൈവം അത്ര അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. ഉള്ളിലോ ദുഷ്ടാത്മ എപ്പോഴും പറയും, ലൈക്ക് ഞാൻ ഇവിടെ പഠിപ്പിക്കത്തില്ല, ഇവിടെ എനിക്കുള്ളതാണ്, ഇവിടെ എനിക്ക് ബലി ചെയ്യാനുള്ളതാണ്. ബലി എന്ന് പറഞ്ഞാൽ ലൈക്ക് അവരെ മലയാളത്തിൽ ബലിയായിരിക്കും പറയുന്നത് വിശ്വസിക്കുന്നു. അവര് ബലി ചെയ്യാനെന്നൊക്കെ അങ്ങനെ പറയും. പക്ഷെ ദൈവനാമോഹത്തിൽ ഞാൻ പറയട്ടെ, ദൈവനാമോഹത്തിൽ ഞാൻ മാത്രം പറയുന്നത്, അവൾക്ക് ഇങ്ങനെ വന്നു ഞാൻ എന്റെ പുറത്തിന് കഴിഞ്ഞാട്ട് മുമ്പ് അല്ലെങ്കിൽ ദൈവനാമം ഞങ്ങളും അവിടെ ഫിലിപ്പ് ആന്റി അങ്കിൾ, അവരെനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ ആന്റി അങ്കിളും ആണ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ വണ്ടിയിൽ വെച്ച്, അവർക്ക് വലിയൊരു വണ്ടി, അതിനകത്ത് ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോകുന്നത്. ഇവിടത്തൊക്കെ ശനിയാഴ്ച ദിവസം ഒത്തിരി ദുഷ്ടാത്മം അവിടെ എടുക്കാൻ പറ്റും, അവിടെ ബോഡി ഭയങ്കര ഹെവി, നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലെ. പക്ഷെ ഞങ്ങളെല്ലാവരും അവനെ എടുത്ത് പിടിച്ച് ചർച്ച കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും ചോദിക്കും, ചേച്ചി എന്തെങ്കിലും നല്ല ഡ്രസ്സ് എടുപ്പിക്കാഞ്ഞ്, എന്റെ തല എന്താ ഇതെന്നൊക്കെ ചോദിക്കും. പക്ഷെ ആ കുഞ്ഞിന്റെ പൂർണ്ണമായി സൗഖ്യം. ഞങ്ങൾ ഇങ്ങനെ 3 ദിവസം ഉപവാസം എടുത്തിട്ട് ഒരു പാസ്റ്ററുകൾ അവിടെ, പാസ്റ്ററുടെ പേരെനിക്ക് ഓർമ്മയില്ല, ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചു, അന്തിമ സൗഖ്യം കൊടുത്തു. ആ സൗഖ്യത്തെ ഇന്ന് നിലനിർത്തി. കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ പഠിത്തം പൂർണ്ണമായി ദൈവം പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ എന്താ പറഞ്ഞറിയാം പ്രിയരെ, കാരണം അവളുടെ ദുഷ്ടാത്മ എപ്പോഴും, അവൾക്ക് ദുഷ്ടാത്മ ലെഫ്റ്റ് ഹാൻഡോട് എഴുതാൻ തുടങ്ങും. അവളുടെ ലെഫ്റ്റ് ഹാൻഡ് അവളുടെ ദൈവത്തിന്റെ രൂപങ്ങൾ വരയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ അവളുടെ ഉള്ളിങ്ങനെ വരും, അവളിങ്ങനെ എഴുതും. വിനീതോട് പറയും, ഇങ്ങനെ ഹിന്ദിയിലായിരുന്നേ, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിങ്ങനെ എഴുതും, വിനീതോട് പറഞ്ഞേക്കണം ഹല്ലേലൂയ, അവള് വിചാരിക്കുന്ന പോലെ അവളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഞാൻ ഇത്രയും വർഷം അവളുടെ ഉള്ളിൽ കൂടി കിടക്കുന്നതാണ്, ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, എല്ലാ കാര്യങ്ങളും മണിമണിയെ പറയും, കൃത്യതയോടെ എഴുതും ചെയ്യും. അങ്ങനെ പറഞ്ഞ അവളും അവളുടെ യേശുവിനോട് പറഞ്ഞാൽ ഇത്രയും വർഷത്തോടെ ഈ ഇവളുടെ ശരീരത്തിലുള്ളതാ. അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ചാലഞ്ച് പറയുന്നു, ഞാൻ അവളോട് പറഞ്ഞു, അവൾക്ക് വേണമെങ്കിൽ 1 വർഷം തരാം, 9 മാസത്തിന് അവൾക്ക് തരാം. അവൾ എഴുതുക, അവള് വാക്കുകൊണ്ട് പറയുമല്ല, എഴുതുക. അവൾക്ക് ഇരുന്ന് ഉള്ളിൽ നിന്ന് ഇറക്കി കളയാൻ പറ്റുമെന്ന് അവൾക്ക് ഇറക്കി കളയാൻ പറ്റുമോ നോക്കാൻ പറ. അവളുടെ യേശുവിനോട് ആർക്കും ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദൈവനാമോഹത്തിൽ ഞാൻ പറയും, ഇതൊക്കെ ടീച്ചർമാർ വായിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എക്സാമിന്, അവൾ ഇവിടെ എക്സാം എഴുതും. അവൾക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് എന്നോട് ഒന്ന് പറയും, വിനീച്ച പ്രേയറിനും. അപ്പൊ ഞാൻ എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്ന, ബിക്കോസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് വേണ്ടി എക്സാം വെക്കുമല്ലോ, ആ എക്സാം നടക്കുന്ന കാര്യം പ്രേയർ പറഞ്ഞു. പക്ഷെ ദൈവനാമോഹത്തിൽ ഞാൻ പറയട്ടെ, ദൈവം ആ പെൺകൊച്ചിനെ പൂർണ്ണമായി വിടുതൽ കൊടുത്തു. അവൾ പഠിച്ചിറങ്ങി, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ്. അവരുടെ വീട്ടിൽ ഒത്തിരി മൂർത്തികളൊക്കെ ഉണ്ടായിരുന്നു, അവർ മൂർത്തികളൊക്കെ എടുത്തു കളഞ്ഞു. അവർ ദൈവത്തിന്റെ വചനം വെക്കാൻ തുടങ്ങി, അവർ ക്രിസ്ത്യൻ സഭയിൽ പോകാൻ തുടങ്ങി. ഇനി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടോ വേദനയോ ബുദ്ധിമുട്ടോ നിന്ദകളോ ഉണ്ടെങ്കിൽ ദൈവം അത് ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല, ദൈവം നന്മയ്ക്കായി മാത്രമാണ് വെച്ചേക്കണേ. കാരണം നമ്മുടെ ദൈവം സർവ്വശക്തനാണ്. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം കോളേജിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ സമയമല്ല എന്റെ പ്രിയ, ഞാൻ പെട്ടെന്ന് എടുത്ത് പോകുവാണ്. അങ്ങനെ ദൈവം കോളേജ് ലൈഫിൽ ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു. ഇതിന്റെ ഇടയ്ക്കൊക്കെ എന്റെ കഴുത്തിലൊരു മുഴ ഉണ്ടായിരുന്നു. ആ മുഴ ഇങ്ങനെ കഴുത്തിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, കഴുത്തിൽ മുഴ ഉണ്ടായിരുന്നു. ആ മുഴ ലൈക്ക് ആഡം ഓഫ് ആപ്പിളിന്റെ പോലെ ബോയ്സുകൾക്ക് ഇല്ലയോ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ പെങ്കൊച്ചുകൾക്ക് ഇല്ലാത്ത പോലെയാണ് അത് കാണുന്നത്. അപ്പൊ എല്ലാരും പറയും, ഇവളുടെ കഴുത്തിൽ എന്ത് ഈ മുഴ പോലെ, ബോയ്സുകൾക്കുള്ള പോലെ എന്ത് ഇവിടെ ഉള്ളത് ഇങ്ങനെ ചോദിക്കും. അല്ലെ ദൈവനാമോഹത്തിൽ ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മുമ്പ് എന്റെ മമ്മി എന്നോട് പറഞ്ഞു, ലൈക്ക് മോളെ നിന്റെ കഴുത്തിൽ ഇവിടെ മുഴ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ആ സമയത്ത് കാണാൻ പറ്റാറുണ്ടായിരുന്നു. അതുപോലെ മുഴയായിരുന്നു. ഹല്ലേലൂയ. ദൈവനാമോഹത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇവിടെ പ്രസംഗിക്കാനോ ട്രാൻസ്ലേഷൻ പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ച് നമുക്ക് പറയും. പക്ഷെ ദൈവനാമോഹത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു മാംസം പോലും വളർത്തില്ല. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല. ദൈവം സർവ്വശക്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ഈ മുഴ ഇത് കാണാൻ തുടങ്ങി. അപ്പൊ എന്റെ മമ്മി എപ്പോഴും പറയും, ആ സമയത്ത് ഞാൻ പഠിച്ചിറങ്ങി, അപ്പോൾ ജോലി ചെയ്തു. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. അപ്പൊ എന്റെ കഴുത്തിൽ മുഴയുണ്ടല്ലോ, അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ മമ്മി എപ്പോഴും പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോളിൽ നിന്ന് പോവല്ലേ, അപ്പൊ അപ്പോൾ നല്ല ഹോസ്പിറ്റലാണോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്തേക്കാം, ഇത് FNS ചെയ്തേക്കാം. ബിക്കോസ് നമ്മൾ ഹോസ്പിറ്റൽ എംപ്ലോയി ആവുമ്പോ അതനുസരിച്ച് നമുക്ക് പേയ്മെന്റ് ലൈക്ക് അത്ര ക്യാഷ് ഒന്നും തരത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കാണിച്ചേക്കാന്ന് വിചാരിച്ചു.
അങ്ങനെ കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു ലൈക്ക് FNS ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഓൾറെഡി ലൈക്ക് എങ്ങനെ പറയാ, ഞാൻ എന്റെ അപ്പോളോ എല്ലാം പെട്ടെന്നായിരുന്നു എന്റെ പ്രിയർ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ലൈക്ക് പഠിച്ചിറങ്ങി അപ്പൊ തന്നെ ഞാൻ ട്യൂട്ടറായിട്ടാണ് കുറച്ച് നാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോളോ ജോലി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്ത് വിദേശത്ത് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമാണ്. ലൈക്ക് ദൈവത്തിന് ഹിതമാണെങ്കിൽ പോവാം എന്ന് വിചാരിച്ചോണ്ടാണ് അത് ചെയ്തത്. പക്ഷെ ദൈവത്തിനെല്ലാം പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. അല്ല, കാരണം എന്താ പറയുകയാണെങ്കിൽ ദൈവം എല്ലാം ചെയ്ത് വളരെ നന്മയ്ക്കായി വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം എന്ന് ഞാൻ പറഞ്ഞ ലൈക്ക് ഞാൻ ഗവൺമെന്റിൽ എന്റെ അപ്പോളോയിൽ ജോലി ചെയ്ത ഒരു 10 മാസം വരെ കാണാൻ ജോലി ചെയ്തു. 10 മാസം ജോലി ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് സമയത്ത് ഞാൻ നേഴ്സ് ഫിസിഷ്യനായിട്ട് പ്രിയർ ഒരു വർക്ക് ചെയ്തത്. ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. എനിക്ക് നേഴ്സ് ഫിസിഷ്യനിൽ ജോലി ചെയ്യാനൊരു അർഹതയില്ല. പക്ഷെ ദൈവം എനിക്ക് ആ ജോലി നൽകി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലൈക്ക് നമ്മുടെ US നേഴ്സ് ഫിസിഷ്യന് പ്രത്യേക ഒരു പോസ്റ്റേ ഉണ്ട്. ലൈക്ക് അതിന്റെ വേറെ കോഴ്സും ഉണ്ട്. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. പക്ഷെ ദൈവം എനിക്ക് അത് തന്നു. ആ സമയത്ത് ദൈവം എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നു. ഇൻറ്റുബേഷൻ, ലൈക്ക് ഒത്തിരി നഴ്സിംഗിൽ പറ്റാത്ത ഒത്തിരി വലിയൊരു പ്രോസസ്സ് പോലും ദൈവം അവിടെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞെന്തെന്ന് അറിയാവോ, നമുക്ക് കഴിവില്ല, നമുക്കൊന്നുമില്ല. പക്ഷെ നമ്മളെ നടത്തുന്ന ഒരു ശക്തിയുണ്ട്, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളായിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ദൈവം നമ്മൾ നടത്താൻ സർവശക്തനാണ്. അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ ഞാൻ 4th ഇയർ കഴിഞ്ഞ് ഞാൻ എന്റെ എന്താ പറയാ അപ്പോളോ ജോലി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നു, FNS ചെയ്യുന്നു. അപ്പൊ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് മമ്മിയുടെ പപ്പയോടൊന്നും ഞാൻ പറഞ്ഞില്ല. 2 വർഷം വരെ ഞാൻ ആരോടും പറയാതെ കൊണ്ടുപോയി നടന്നു. അപ്പൊ ആരോടും ഒരു കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞ എന്റെ കൂട്ടാളി എന്റെ യേശപ്പച്ചനാണ് പറഞ്ഞ കാര്യം. എനിക്കിങ്ങനെ ഓരോ വിഷമം എന്തെങ്കിലും വരുന്ന യേശപ്പച്ചനെ കാണുമ്പോൾ ഈ ബൈബിൾ ഇങ്ങനെ പിടിച്ച് ഞാൻ കാര്യം ദൈവത്തോട് പറയും. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, ലൈക്ക് ഇങ്ങനെ പറയും, മമ്മി എനിക്ക് എന്ത് പറ്റിയാലും മമ്മി കരയരുത്, മമ്മി വിഷമിക്കരുത്, മമ്മി പറയണം യേശപ്പച്ചൻ എന്നെ നടത്തിയെന്ന് യേശപ്പച്ചൻ പറയണം, ഇങ്ങനെ എല്ലാവരോടും പറയണം. അപ്പൊ എന്റെ മനസ്സിൽ വന്ന വേറൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, ദൈവമേ ക്യാൻസർ ആയി കഴിഞ്ഞാൽ കീമോ റേഡിയേഷൻ ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ മുടി മൊത്തം പോവില്ല. എനിക്ക് പ്രാർത്ഥിച്ചു തന്ന ദൈവം മുടിയാണ്, അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച എന്നെ തേക്കാണ് ദൈവം എനിക്ക് പെട്ടെന്ന് ദൈവം മുടി വളർത്തി തന്നു. അതൊന്നും പറയപ്പോ സമയമില്ല. ലൈക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ദൈവം എല്ലാവരും പറഞ്ഞ യേശപ്പച്ചൻ തന്ന മുടി, ഇപ്പൊ എന്റെ മുടിയൊക്കെ പോവില്ല യേശപ്പച്ചൻ, ഞാൻ പറയുവാണേ. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല ദൈവം നമുക്ക് വേണ്ടി ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാം നന്മയ്ക്കായിട്ടാണ്. ആ കറക്റ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഗോഡ് ഈസ് വെരി ഫെയ്ത്ത്ഫുൾ മൈ ഡിയർ. നമ്മൾ ആ ഫെയ്ത്ത്ഫുൾ അല്ലാത്ത, നമ്മൾ അറിഞ്ഞോ അറിയാതെ പല തെറ്റുകൾ കാണിക്കും. പക്ഷെ ദൈവം നമ്മൾ ഒരിക്കലും കരം വിട്ടിട്ടില്ല. ദൈവത്തിന് മഹാസ്നേഹത്തിന് ദൈവം നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്കൂളിൽ, ഞാൻ മൾട്ടിക്കൾച്ചർ പറയുന്ന കൊച്ചാണ്, ഞാൻ പറയുള്ളൂ, ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കേൾക്കും ഹമാര പോകും, ഞങ്ങളുടെ ദൈവം പാപികളെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ആ കേൾക്കുമ്പോൾ എനിക്ക് സ്നേഹത്തോടെ പറയാൻ ഒരു കാര്യമുണ്ട്. പക്ഷെ എന്റെ യേശുക്രിസ്തു പാപികളെ സ്നേഹിക്കാൻ വന്ന ഒരു ദൈവമാണ്. അവർക്ക് വേണ്ടി സ്വന്തം യാഗമായി ഇന്നും ജീവിക്കുന്നുണ്ട്. ആരൊക്കെ യേശുക്രിസ്തു വിശ്വസിക്കോ അവരൊക്കെ രക്ഷ പ്രാപിക്കും. ആരൊക്കെ യേശുക്രിസ്തു പൂർണ്ണമായി വിശ്വസിച്ച് ദൈവം പറയുന്ന പോലെ സ്നാനപ്പെട്ട് ദൈവരീതിയിൽ ജീവിക്കുന്നോ, ദൈവം ഉറപ്പായി അവർ അനുഗ്രഹിക്കും. അവർ ദൈവത്തിന്റെ മഹത്വം കാണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്ന ഇങ്ങനെ മമ്മിയോട് ഞാൻ പറയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അമ്മ വിഷമിക്കരുത്, കരയരുതെന്നൊക്കെ പറയും. അപ്പൊ എന്റെ ചേച്ചി എന്നോട് വിളിച്ച് ലൈക്ക് ഞാൻ ഗവൺമെന്റിൽ ജോലിക്ക് കയറും. ഹല്ലേലൂയ. അതിനകത്ത് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പപ്പയ്ക്ക് റെയിൽവേ ജോലിയായിരുന്നു. എന്റെ പപ്പയുടെ റെയിൽവേ ജോലി, ഇങ്ങനെ പപ്പയ്ക്ക് മുട്ടിന് വേദന വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ മോൾക്ക് എഴുതി കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, അവളിപ്പോ സ്കൂളിൽ പഠിച്ചു വരുമ്പോഴത്തേനും അവൾക്ക് അവളുടേതായ പോസ്റ്റ് അവൾക്ക് കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവനാമത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പപ്പ റെയിൽവേ ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ദൈവം എനിക്കൊരു ഗവൺമെന്റ് ജോലി തരാൻ സർവശക്തനാണ് ഇങ്ങനെ. പക്ഷെ ദൈവനാമത്തോട് ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ചിറങ്ങി, ഞാൻ എല്ലാം പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചൊരു കുറച്ച് മാസം ഞാൻ ട്യൂട്ടറായി ജോലി ചെയ്തത്. അതിനൊരു അപ്പോളോ കയറി ഒരു 10 മാസം ആകുമ്പോഴത്തേനും എനിക്ക് ഗവൺമെന്റിലെ ദൈവം ജോലി തന്നു. ദൈവം എന്തോരം വിശ്വസ്തനാണ്, ആലോചിച്ച് നോക്കണേ. അങ്ങനെ ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഉണ്ടെന്ന് അറിയണം. ബിക്കോസ് FNS ചെയ്ത് അതിന്റെ റിപ്പോർട്ട് വരെ കുറച്ച് നാളെടുത്തു. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ലൈക്ക് ഞാൻ അപ്പോളോ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ വന്നു. ആ ഇന്റർവ്യൂക്ക് വേണ്ടി ഞാൻ പോയപ്പോൾ എന്റെ ആദ്യം പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ എന്റെ മമ്മിയുടെ പോസ്റ്റ് ഞാൻ പോയി. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു എന്റെ പ്രിയ. അപ്പൊ ഞായറാഴ്ച എന്റെ ഇന്റർവ്യൂ വെച്ചേക്കണേ. അപ്പൊ ഞാൻ ഇന്റർവ്യൂക്ക് പോയില്ല, ഞായറാഴ്ച പോയില്ല. ഹല്ലേലൂയ. ഞാൻ തിങ്കളാഴ്ച വിശ്വാസത്തോടെ പോയി. ദൈവം നീ ഒരു അത്ഭുതം ചെയ്യും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ പോകുന്നത്. പക്ഷെ ദൈവം ആ മുഖത്തിന് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, എന്നാ പറഞ്ഞ ഇവിടെ ഇന്ന് ഇന്റർവ്യൂ ഒന്നുമില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തരാം. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരായി. അപ്പൊ അവിടുത്തെ ആൾക്കാർ പോയി ഡീനോട് പറഞ്ഞു, ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോയത് ഇന്റർവ്യൂക്ക് വേണ്ടി. ഡീനോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, വന്ന ആൾക്കാർ വന്നത് കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും
അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പ്രിയരെ ആ സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു, ഇന്റർവ്യൂക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും നിന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ ഫയലുകൾ നോക്കി ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുക. അപ്പൊ ഞാൻ ദൈവനാമത്തിൽ ഞാൻ പറയാനൊരു കാര്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ, അല്ല ഞായറാഴ്ച 10 മണിക്ക് ഇന്റർവ്യൂ നിർത്തി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയാവോ, ഞങ്ങളുടെ ഛത്തീസ്ഗഡിൽ ബോയ്സുകളെ ഗവൺമെന്റ് ജോലിക്ക് എടുക്കത്തില്ല. അത് കാരണം ബോയ്സ് എല്ലാവരും വന്നിട്ട് അവിടെ ഹർത്താൽ നടത്തി. അങ്ങനെ കല്ലൊക്കെ എറിഞ്ഞപ്പോ അവിടുത്തെ ചില്ലൊക്കെ പൊട്ടിയപ്പോ അവിടുത്തെ ഡീൻ പറഞ്ഞു, ഇനി ഇന്റർവ്യൂ നടത്തണ്ട, പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിന് ഞാൻ പറയട്ടെ എന്റെ പ്രിയരെ, അല്ലെങ്കിൽ ഞാൻ അന്ന് പ്രാർത്ഥനയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്റെ പ്രാർത്ഥന മുടങ്ങുമായിരുന്നു, എന്റെ ഇന്റർവ്യൂ ഇല്ലായിരുന്നായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് ലൈക്ക് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാലും കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥനയിൽ പോയി, ഞാൻ തീരുമാനം എടുത്തു, ഞാൻ പ്രാർത്ഥന നെക്സ്റ്റ് സ്റ്റെപ്പ് പോയപ്പോ ദൈവനാമത്തിന് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ റിസൾട്ട് വന്നു. എനിക്ക് ദൈവം 4ാമത്തെ റാങ്കില് എനിക്ക് ഗവൺമെന്റ് ജോലി തന്നു. അങ്ങനെ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് വരുന്നത്, ക്യാൻസർ റിപ്പോർട്ട് വരുന്നത്. ദൈവനാമത്തിന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഈ ക്യാൻസർ ഉണ്ടെന്ന് ഹല്ലേലൂയ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മമ്മയോട് പറഞ്ഞില്ലായിരുന്നു. ഹല്ലേലൂയ, സോറി, ലൈക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴാണ് ലൈക്ക് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ലീവ് എടുത്തൊന്ന് പോയേക്കാം. അങ്ങനെ ലീവ് എടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. ഞാൻ എന്റെ പപ്പ ബിലാസ്പൂർ ഗവൺമെന്റ് ജോലി ചെയ്തോണ്ടിരിക്കുക, ഞാൻ റായ്ഗഡിൽ ഗവൺമെന്റ് ജോലി ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പപ്പയുടെ ഹോസ്പിറ്റലിൽ പോയി, പപ്പ റെയിൽവേയിലാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ അവര് പറഞ്ഞു, ലൈക്ക് ഇങ്ങനെ കണ്ടു, ദൈവം എനിക്ക് നല്ലൊരു ഡോക്ടറോട് വെച്ചു. ആ ഡോക്ടർ കണ്ട വഴിക്ക് എന്നോട് പറഞ്ഞു, മോളെ ഇത് ക്യാൻസർ അല്ല, നീ എന്തിനാ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, ആരോടും പറയാതെ ഇരുന്നിട്ടൊരു കാര്യമില്ല, നീ പറയണം, നിനക്ക് പെട്ടെന്ന് വല്ലതും പറ്റി കഴിഞ്ഞാൽ നിന്റെ മമ്മി പപ്പ എന്ത് ചെയ്യും, അവർക്കൊക്കെ വിഷമാവില്ലേ. അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി വിഷം. പക്ഷെ എനിക്കറിയാം എന്റെ ദൈവം എന്റെ ദൈവം നീതിമാനാണ്, എന്റെ ദൈവം ഫെയ്ത്ത്ഫുൾ ആണ്, ദൈവം അങ്ങനൊന്നും ചെയ്യാൻ എനിക്ക് വിശ്വാസം. അപ്പൊ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ടാറ്റ കൊണ്ടുപോയി, ബോംബെയിൽ ഒരു ഹോസ്പിറ്റൽ, ടാറ്റ ഹോസ്പിറ്റൽ, TMH എന്ന് പറയും, അല്ലെങ്കിൽ അത് ക്യാൻസർ ഹോസ്പിറ്റൽ, വലിയൊരു ക്യാൻസർ ഹോസ്പിറ്റലാണ്. അവിടെ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോ ഞാൻ, എന്റെ മമ്മി, എന്റെ ചേച്ചി ലിജി ചേച്ചി, പിന്നെ ചേച്ചൻ ദേവേലിലാണ്. അപ്പൊ ആ ചാച്ചന്റെ വീട്ടിൽ ഞങ്ങൾ പോയി നിൽക്കുന്നു. ആ ചാച്ചനും ഞാനും എന്റെ മമ്മി ഞങ്ങൾ 3 പേരും പോകുന്നു. അങ്ങനെ അവിടെ ഒത്തിരി മാസങ്ങളൊക്കെ എടുക്കും എന്റെ എല്ലാ ഡയഗ്നോസ് ചെയ്ത്, ബിക്കോസ് ഒത്തിരി പേഷ്യന്റ് ആണ്. ലൈക്ക് നമ്മൾ പോകുമ്പോൾ ശരി ഞാൻ പോയി അവിടുത്തെ ഓരോ വേദന കടഞ്ഞു ചോദിച്ചു, കർത്താവിനെ എന്തോ ഒരു ഭംഗിയായ ദൈവമേനെ നടത്തുന്നത്, ദൈവനാം മോത്തപ്പെട്ട് അങ്ങനെ. അപ്പൊ ഈ എല്ലാവരും കൂട്ടൊക്കെ വരാൻ വേണ്ടി 3-4 മാസം എടുത്തു. 3-4 മാസത്തിനുള്ളിൽ എന്റെ റിപ്പോർട്ട് വന്നു, എനിക്ക് ക്യാൻസർ ആണ്. ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ ഇപ്പൊ പറയും ക്യാൻസർ ഇല്ല, ഇപ്പൊ വരും ക്യാൻസർ ഇല്ലാന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് ക്യാൻസർ എന്ന് അവിടെയും പറഞ്ഞു. അങ്ങനെ അവിടെ പറഞ്ഞപ്പോ എനിക്ക് ഈ മനസ്സിൽ ഭാരം തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വിഷയങ്ങളായിട്ട് എനിക്ക് എനിക്ക് ഒത്തിരി ചിന്താ വിഷയമായിരുന്നു. കാരണം ഞാൻ എല്ലാവരും കൂടി പറഞ്ഞ വിഷയമല്ലേ യേശപ്പച്ച. അപ്പൊ യേശപ്പച്ചൻ എനിക്ക് തന്ന കാര്യം യേശപ്പച്ചൻ തന്നതാ, അല്ലേലൂയ. അത് ലൈക്ക് ഇങ്ങനെ ഒരു മരുന്നൊക്കെ ചെയ്തിട്ട് പോകുന്നത് തീരെ നല്ലതല്ലല്ലോ യേശപ്പച്ചൻ ഇങ്ങനെ. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അന്ന് ഡോക്ടർ എന്നെ കണ്ടു, എല്ലാ ടെസ്റ്റ് എന്ന് പറഞ്ഞു, ഒരു സർജറി ചെയ്യും, ലൈക്ക് ടോട്ടൽ തെറക്ടമി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈക്ക് സീരി ചെയ്തപ്പോ കഴുത്തിന്റെ ഇവിടെയും ഷോൾഡർ ഇവിടെ ഒത്തിരി നോട്ട്സ് വളർന്നു കിടക്കുക. അപ്പൊ ഒത്തിരി നോട്ട്സ് അവർ പറഞ്ഞു, ലൈക്ക് ഉള്ളിൽ തുറന്നു നോക്കിയിട്ട് എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കീമോ പിന്നെ നമ്മൾ പറയാം അതനുസരിച്ച് എത്ര എന്ത് വേണം, റേഡിയേഷൻ വേണോ വേണ്ടോ അതൊക്കെ നമ്മൾ പറയാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വിഷമം. ആ സ്ഥലത്ത് മമ്മി അറിഞ്ഞു, മമ്മിയുടെ മുമ്പിൽ ആ ഡോക്ടർ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ വീട്ടിൽ പോകണു, മമ്മി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കും, മമ്മിക്ക് ഒത്തിരി വിഷമായി. മമ്മീനെ കാണുമ്പോ ഒക്കെ മമ്മിക്ക് വിഷമത്തോടെ മമ്മീനെ നോക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, അല്ലെ ദൈവം ഒരിക്കലും എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ട് അങ്ങനത്തെ രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ദൈവം അതുപോലെ ദൈവം ഞാൻ പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നത്, ദൈവത്തിന്റെ ഉള്ളുകരത്തിലാണ് ദൈവനെ പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ദൈവനാമത്തിൽ പെടമാറാകട്ടെ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്തുല്ലോ, ഇനിയിപ്പോ നാട്ടിൽ ഒന്ന് പോയേക്കാം. അങ്ങനെ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. നാട്ടിൽ പോയി എന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി നിന്നു. അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഇങ്ങനെ പറഞ്ഞു, ലൈക്ക് എന്താ പറയുന്നത്, ഒരു നാച്ചുറോപ്പത്തി കഷായം ഉണ്ടാക്കി തരുന്ന അവിടെ അത് നല്ലതാ, അതെങ്കിലും ചെയ്യും മോളെ, നിനക്ക് മരുന്നല്ല വേണ്ട അത്തേയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മരുന്നിന് അഗെയിൻസ്റ്റ് അല്ല, പക്ഷെ എനിക്കറിയാം ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ബുദ്ധി ദൈവം ഡോക്ടർമാർ സോറി
ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊടുത്തത് ദൈവമാണ്. അപ്പൊ എന്റെ ദൈവം വിചാരിച്ച ദൈവം എന്നെ സൗഖ്യമാക്കും. എനിക്കൊരിക്കലും മരുന്നിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒത്തിരി ആഗ്രഹിച്ചില്ല ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അന്ന് ഞാൻ ഒരു മാസം ഞാൻ ആ കഷായം കുടിച്ചു. പക്ഷെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട്, വയറൊക്കെ വീർക്കാൻ തുടങ്ങി. ലാസ്റ്റ് കഷായമൊക്കെ നിർത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചു വന്നു. അല്ലെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അല്ലെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്റെ തൈറോയിഡ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ CAD ഇടയ്ക്കിടയ്ക്ക് ഞാൻ അൾട്രാസൗണ്ട് ചെയ്യും. അൾട്രാസൗണ്ട് ഒത്തിരി പ്രാർത്ഥന ഉണ്ട്. കർത്താവെ ആരോടും പറയുന്നില്ല, പക്ഷെ ഉള്ളിൽ പ്രാർത്ഥന. മമ്മി പപ്പയുടെ പിന്നെ നമ്മുടെ 1-2 പാസ്റ്റർമാരോടും 1-2 ആൾക്കാരോട് മാത്രമേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ കാരണം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അന്ന് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുക സെന്റിമീറ്ററിന് MM ആയി തുടങ്ങി, ചെറുതായി തുടങ്ങി. ഈ നൊഡ്യൂള് തന്നെ താൻ ചെറുതായി തുടങ്ങി. അല്ലെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും ടാറ്റ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ലൈക്ക് ഞാൻ പറഞ്ഞു ഡോക്ടർ പ്ലീസ് എനിക്ക് എല്ലാ ടെസ്റ്റും വീണ്ടും ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഒത്തിരി സീരിയസ് ഒക്കെ ആയി. ലൈക്ക് ഒത്തിരി ഞാൻ കിടന്ന ICUലൊക്കെ കിടന്നു. പക്ഷെ ദൈവം അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിടുവിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ലൈക്ക് അവിടുത്തെ ഡോക്ടർമാർക്ക് അറിയത്തിന് ക്യാൻസർ ഉണ്ട്. അപ്പൊ എന്റെ ഇലക്ട്രോണിക് ബാലൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവനാമത്തിന് ദൈവം അവിടെ എന്നെ സഹായിച്ചു, എന്നെ കാത്തു പരിപാലിച്ചു. അത് എനിക്ക് 2 വർഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ടാറ്റ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അല്ലെങ്കിൽ അവിടെ എന്റെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC ഒക്കെ ചെയ്ത്. ഇത് നടക്കുന്നത് 2017 ഈ അൾട്രാസൗണ്ട് നടക്കുന്നത്. അന്ന് പറഞ്ഞു ഇത് ഷ്രിങ്ക് ആയിരുന്നു. ലൈക്ക് അവര് FNAC ചെയ്യുമ്പോൾ അവർക്കത് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ബിക്കോസ് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ്. അപ്പൊ എനിക്ക് അറിയാലോ, അവരെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഹൃദയത്തോട് നന്ദി പറഞ്ഞു. കർത്താവെ ആ മുഴ അപ്പച്ചൻ ചെറുതാക്കിയല്ലോ, അപ്പച്ചന് പൂർണ്ണമായി മാറ്റാൻ പറ്റൂല യേശപ്പച്ച, എന്റെ അപ്പച്ചനാൽ കഴിയാത്തതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അല്ലെ പക്ഷേ ദൈവനാമത്തിൽ ഞാൻ പറയാം അത് ഒത്തിരി ചെറുതായ കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു ഇത് ഇത്തിരി ഷ്രിങ്ക് ആയി, പക്ഷെ ബെറ്റർ ടു ഡു ലൈക്ക് തൈറോയിഡക്ടോമി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയാം ഡോക്ടറെ ഇത്രയും ചെറുതായില്ല, ഇനിയിപ്പോ ഒന്നിന്റെ ആവശ്യം, ഞാൻ വിശ്വസിക്കുന്ന ക്യാൻസർ അല്ല, ക്യാൻസർ ചെറുതാവത്തില്ല വലുതാവല്ലേ ചെയ്യാറ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എന്റെ സർജറി ഒന്നും ചെയ്യിപ്പിച്ചില്ല. ഞാൻ അവിടെ തിരിച്ചു പോന്നു. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് ഈ FNAC ഇവര് ഒത്തിരി ഡോക്ടർമാരും ചുറ്റും ഇരിക്കുവാണ്. അപ്പൊ അൾട്രാസൗണ്ട് അവർ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC ആണ്. അപ്പൊ ഓരോ സെല്ലുകൾ ഇങ്ങനെ എടുക്കുമ്പോ അവർക്ക് സെല്ല് കിട്ടുന്നില്ല, ക്യാൻസർ സെല്ല് കിട്ടും. ബിക്കോസ് അവിടെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ പാത്തോളജിസ്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അവർ നോക്കും കറക്റ്റ് സെല്ല് കിട്ടിയോ ഇല്ലയോ. കറക്റ്റ് സെല്ല് കിട്ടില്ല അവർ വീണ്ടും എടുക്കാൻ പറയും. 3-4 വട്ടം എടുത്ത് 4 വട്ടം എടുത്തപ്പോഴും ഇത് കിട്ടുന്ന നോർമൽ സെൽസാ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി സന്തോഷം, എത്ര വലിയ കർത്താവ്. അപ്പൊ അവർ പറഞ്ഞു നോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് നോർമൽ സെൽ, ഇത് നോർമൽ സെല്ലായി തോന്നണേ, ഇന്നത്തെ ക്യാൻസർ സെൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അവരെന്നോട് ചോദിച്ചു 2017 കുറിച്ച്. എന്നോട് ചോദിച്ചു വീട്ടിൽ നീ എവിടെ ഡയഗ്നോസ് ആയത് ക്യാൻസർ? അപ്പൊ ഞാൻ പറയും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ 2015 ഞാൻ ആദ്യമായിട്ട് ഡയഗ്നോസ് ആവുന്നു, ഈ ആശുപത്രിയിൽ 2015 ഞാൻ ആദ്യമായിട്ട് ഡയഗ്നോസ് ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ ഹല്ലേലൂയ, ദൈവം സർവ്വശക്തനാണ് പ്രിയരെ. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പക്ഷെ റിപ്പോർട്ട് വന്ന് ക്യൂറി കാർസിനോമ എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നു. പക്ഷെ അങ്ങനെ ക്യൂറി വന്നപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം തോന്നി. പിന്നെ ഒരിക്കലും അതിന്റെ പിന്നാലെ പോയില്ല. ഹല്ലേലൂയ. ദൈവനാമത്തിൽ മാറാകട്ടെ. അത് കഴിഞ്ഞിട്ട് ദൈവമേ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഒത്തിരി അത്ഭുത രീതി വഴിക്കൂടെ ഒക്കെ ഒത്തിരി നടത്തി ദൈവം. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നടത്തുവാൻ സർവ്വശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് 2017 എന്റെ കല്യാണം കഴിയുന്നു. എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ സുബിന്ന പേര്, കോഴിക്കോടാണ് എന്റെ അച്ഛന്റെ വീടുള്ളത്. എനിക്ക് എന്റെ മദറിലോ ഫാദറിലോ എനിക്കൊരു അനിയത്തി ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അവർക്കിപ്പോ 2 കുഞ്ഞുണ്ട്. ആ സമയത്ത് ഒരു കുഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ലൈക്ക് ദൈവം നല്ലൊരു വിവാഹമൊക്കെ ദൈവം കഴിക്കാൻ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛന് ആഗ്രഹമായിരുന്നു ലൈക്ക് എന്തിനാ വെറുതെ ഗവൺമെന്റ് അത്ര നാൾ ജോലി ചെയ്ത്, അതായത് വിദേശത്ത് പോയി കുറച്ച് നല്ല സാലറി ഉണ്ടാവും. അങ്ങനെ ഞാൻ അഹമ്മദിലേക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നു. ഇവിടെ വരുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചത് വരാൻ ആഗ്രഹിച്ചതല്ല. കാരണം എനിക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി ഉണ്ട്. എന്റെ കുഞ്ഞുണ്ടായിട്ടുള്ള 2020 കാര്യം പ്രിയരെ ഞാൻ പറയണേ. 2020 ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഖത്തറിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് കുഞ്ഞൊരു മോനുണ്ട്. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ അവർ ഡോക്ടർമാരോട് പറഞ്ഞായിരുന്നു നീ ഇപ്പൊ സർജറി ചെയ്തില്ലെങ്കിൽ ഇത് ക്യാൻസർ സെല്ലാണെങ്കിൽ നിന്റെ പ്രഗ്നൻസി സമയത്ത് നിന്റെ ഡെലിവറി സമയത്ത് മൊത്തം വാസായിട്ട് വളരും, മെറ്റസ്റ്റേസിസ് ഉണ്ടാവും, നിന്റെ കുഞ്ഞിന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ ദൈവം എന്റെ പ്രഗ്നൻസി, എന്റെ വിവാഹത്തിൽ, എന്റെ പ്രഗ്നൻസി, എന്റെ കുഞ്ഞുണ്ടായ സമയത്തൊക്കെ ദൈവം അത്ഭുത രീതിയിൽ ദൈവനെ കാത്തു സൂക്ഷിച്ചു. എന്റെ കുഞ്ഞിന് ദൈവം 4 വയസ്സുണ്ട്. ദൈവം ഒരു കുഴപ്പമില്ലാതെ ഭംഗിയായി ദൈവം നടത്തി. ഹല്ലേലൂയ. ഇവിടെ വന്നു കഴിഞ്ഞ് ഹല്ലേലൂയ ഇവിടെ ഞാൻ വരാൻ ആഗ്രഹിച്ച ആളല്ല. കാരണം പറഞ്ഞു എന്റെ കുഞ്ഞിനെ വിട്ട് നിൽക്കണമെന്നുള്ള ഒരു നല്ല ഭാരമാണ്. പക്ഷെ ഇവിടെ ഫാമിലി സ്റ്റേറ്റസ് ഉള്ള കാരണം
ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ പോയേക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ ഈ ജോലിക്ക് പോയില്ലെങ്കിൽ ഇത് ബിക്കോസ് ഈ ഗവൺമെന്റ് നമുക്ക് വിസ ഒക്കെ എടുത്തന്നെ. അപ്പൊ അവര് ഏജൻസിക്കാർ പറഞ്ഞു, നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് 70,000 രൂപ തരും, മതലബ് 60,000 to 70,000 സംതിങ്, നോട്ട് ഷുവർ ഹൗ മച്ച്, ലൈക്ക് ഇത്ര തരണം. അപ്പൊ അത്ര കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പോയി വന്നേക്കാം. പോയി വന്ന പിന്നെ ആരും ചോദിക്കത്തില്ല. എനിക്ക് പറ്റിയത് ഞാൻ തിരിച്ചു വന്നെന്ന് പറയാലോ. അങ്ങനെ ഞാൻ ഒരു പെട്ടിയോണ്ടും ഒരു കുക്കറും ഒരു ഡച്ച് ഇങ്ങനെ കുറച്ച് പാത്രങ്ങളോടും കോവിഡ് ആയ 2-3 ഡ്രസ്സേ വെച്ചോളും. അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷെ ദൈവം ഇന്ന് 4 വർഷമായി ഞാൻ ഇവിടെയാണ്. ദൈവം നിലനിർത്തി ഇവിടെ. ദൈവനാമം ഒത്തിരി കഷ്ടപ്പാട് ബുദ്ധിമുട്ട് വിഷമം വന്നിട്ട് വന്നില്ല ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കത്തറിയാൽ 1 രൂപ പോലും ഇല്ല. പക്ഷെ ദൈവം അതിനകത്ത് മതലബ് 50,000 ഇന്ത്യൻ മണി കൊണ്ട് വന്നേ. പക്ഷെ അത് ഇവിടെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ റേറ്റ് കുറവായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇന്ത്യൻ മണി ഒന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അത്ഭുത രീതി എന്റെ കുഞ്ഞിനെ വിസ കിട്ടാനും അതൊക്കെ പറയാൻ സമയമില്ല. അത്ഭുത രീതി എന്റെ കുഞ്ഞിനെ വിസ, ബിക്കോസ് ഇവിടുത്തെ പോലീസുകാർ ഖത്തറിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഇവിടെ വിസ കിട്ടാനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ലൈക്ക് കോവിഡ് ആയ കാരണം കേട്ടോ. ആ സമയത്ത് കോവിഡ് ആയ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ. കോവിഡ് ആയ കാരണം ആ സമയത്ത് ഇന്ത്യൻ വിസ ഉണ്ടായിരുന്നില്ല. ആ ഇന്ത്യൻ വിസ ഇല്ലാത്ത അതുമല്ല, ഇവിടെ ഒരു അറബിക് ലെറ്റർ എടുത്തിട്ടാണ് ഇവർ നമ്മൾ വരുന്നത്. അറബിക് ലെറ്റർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ബിക്കോസ് എന്റെ ഖത്തർ റിയാലില്ല. അപ്പൊ ഞാൻ നടന്നാണ് അഹമ്മദ് ഇമിഗ്രേഷനൊക്കെ വരുന്നത്. പക്ഷെ അന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചേട്ടനാണ് ദൈവം ദൈവം ആക്കിയത് അവര്. അങ്ങനെ ഞാൻ അവിടെ പോണു. ആ പോലീസുകാർ സംസാരിക്കുമ്പോ ആ പോലീസുകാരൻ ലൈക്ക് എല്ലാവരും ഒഴിച്ചു വിടുവോ ഞാൻ നോക്കുമ്പോ. പക്ഷെ ദൈവം എന്റെ സമയം വന്നപ്പോ ഞാൻ പ്രതി കർത്താവ് അവരെന്നെ കാണരുത്, ദൈവത്തെ കാണണം, ദൈവമേ യേശുവിനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. ആപ്ലിക്കേഷൻ ഒന്നുമില്ല, സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ആപ്ലിക്കേഷൻ ഒന്നുമില്ല ഞാൻ പോയേക്കണേ. അങ്ങനെ ദൈവം ആൾക്കൊരു ആപ്ലിക്കേഷൻ എടുത്ത് തരാനും എല്ലാ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാനും പെട്ടെന്ന് തന്നെ എന്റെ കൊച്ചിന് വിസ എടുത്ത് തരുവാനും എന്റെ കൊച്ചു വിടുവാനും ദൈവം എല്ലാം അത്ഭുത ദൈവം സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ പറയാൻ എല്ലാം മുന്നേ സമയമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് 2023 കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഞാൻ അതുപോലെ ഇവിടെ വന്നിട്ട് ഒത്തിരി വിഷമത്തോട് കടന്നുപോയ സമയങ്ങളുണ്ട്. ലൈക്ക് നമ്മളെ സമാധാനപ്പെടുത്താൻ ഒരു മനുഷ്യൻ വന്ന ലൈക്ക് എങ്ങനെ പറയാം, മനുഷ്യന്മാരുടെ സഹായമൊക്കെ എല്ലാത്തിനും ലിമിറ്റേഷൻ ഉള്ള പോലെ ദൈവനെ പറഞ്ഞ് നല്ലോണം മനസ്സിലാക്കിയ ഒരു സമയമാണ് ഇവിടെ. കാരണം ഇവിടെ ആരുമില്ല നിന്ന സമയത്ത് ഞങ്ങൾ മതലബ് എന്താ പറയാ, ആരുമില്ല. ദൈവമാണ് ശരിക്കും ഓരോ സമയത്ത് നടത്തി തന്നെ. അല്ലെങ്കിൽ എന്നെ സഹായിച്ചു 1-2 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവര് ലൈക്ക് എന്താ പറയാ, അവരെ സമയപ്പോ അവര് ലൈക്ക് നമ്മളെ കുറ്റപ്പെടുത്തി പോണ ഒരു അവസ്ഥ, അങ്ങനത്തെ അവസ്ഥ. പക്ഷെ ദൈവത്തിന് അറിയാം. അല്ലെങ്കിൽ ദൈവം നീതിമാൻ, ദൈവത്തിന് അറിയാം ഞാൻ എന്തുവായി ദൈവം എങ്ങനെ നടത്തിയ വിധങ്ങളൊക്കെ ദൈവത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞത് 2023 വന്നപ്പോ എനിക്ക് പീരീഡ്സ് ലൈക്ക് മെൻസ്ട്രേഷൻ ഇച്ചിരി കുറഞ്ഞു പോയി. അങ്ങനെ കുറഞ്ഞു പോയ കാരണം ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഹിസ്റ്ററികളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പണ്ടൊരു ഹിസ്റ്ററി ക്യാൻസർ എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ക്യൂറി ആയിക്കാരം ഒന്നും ചെയ്യേണ്ട ആവശ്യം, പിന്നെ അത് ദൈവനെ മാറ്റി എനിക്ക് ആവശ്യം അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ ആ ഡോക്ടർ പെട്ടെന്ന് എനിക്ക് എൻഡോക്രൈനോളജിക്ക് റെഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ എന്നാ പറയുന്നത് ഒത്തിരി ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ്, എൻഡോക്രൈനോളജി, പിന്നെ തൈറോയിഡ്, അങ്ങനെ ഓരോരോ തൈറോയിഡ് സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നു, FNACക്ക് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് മാറ്റി വിട്ടു തന്നെ. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് FNAC ചെയ്തു. FNAC ചെയ്തപ്പോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കാര്യം അവര് ലൈക്ക് എനിക്ക് ക്യാൻസർ ഉണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് അറിയത്തില്ല. ലൈക്ക് അത് അവർ ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോ ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോ അത് ക്യാൻസർ ആണോ അവർ പറഞ്ഞു. അപ്പൊ ഇല്ല, ആ ക്യാൻസർ ഇപ്പോഴും ഉണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും അവരോട് പറഞ്ഞില്ല. അവര് പറയുമോ ഇല്ല ആ ക്യാൻസർ അവിടെ ഉണ്ട്, നീ സർജറി ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. ദൈവനാമത്തെ പെടുമാറാകട്ടെ. 2024 മാർച്ച് മാസം മുതൽ എന്നെ സർജറിക്കായി വിധേയപ്പെട്ടു. 6 പ്രാവശ്യം 6-7 പ്രാവശ്യം അവർ എനിക്ക് സർജറി ഡേറ്റ് തന്നു. പക്ഷെ 6-7 പ്രാവശ്യം ഒരിക്കലും എനിക്ക് സർജറിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അവർ സർജറി ഡേറ്റ് തരുന്നു, അപ്പോഴത്തേക്കും എന്റെ സർജറി ഡേറ്റ് മാറിപ്പോകുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ ഇന്ന് ലൈക്ക് മാർച്ച് 22 സർജറി ഡേറ്റ് തന്നു. അപ്പൊ അതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് PSC മതലബ് പ്രീ അനസ്തേഷ്യ ചെക്കപ്പ് ചെയ്യിപ്പിക്കണമല്ലോ. അതിന് വേണ്ടി പോകുമ്പോ എനിക്കൊന്നൊരു ചുമയായിരിക്കും അല്ലെങ്കിൽ പനിയായിരിക്കും. അങ്ങനെ ഓരോന്ന് വന്നപ്പോ അവര് പറഞ്ഞു ലൈക്ക് ചുമയല്ല പനി 2.5 G എടുക്കേണ്ടത്. അപ്പൊ അവരൊന്നും പറ്റത്തില്ല, നമുക്ക് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവര് വീണ്ടും 1 മാസം കഴിഞ്ഞ് പിന്നെ സർജറി ഡേറ്റ് തരും, പിന്നെ ഇത് നീണ്ടുപോകും. അപ്പൊ ഇതൊക്കെ എല്ലാസിന്റെ പ്രാർത്ഥന കർത്താവിനെ സർജറി ചെയ്യില്ല. കാരണം എന്നറിയാവോ, എന്റെ ദൈവം 2017 എന്നെ സൗഖ്യമാക്കിയ ദൈവമാണെങ്കിൽ നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവര് പറഞ്ഞില്ല അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോ ഇത്ര നാൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 2017 മുതൽ 2023 വരെ ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തിന്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ടായി, ഡെലിവറി ആയി, ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഒരു കാര്യം പറയുന്നു, ഒരു ദിവസം സുപ്രഭാതത്തിൽ പറഞ്ഞു ഇല്ല നിനക്ക് ക്യാൻസർ ഉണ്ട്. കാരണം അവിടെ FNAC ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ലാതെ ക്യാൻസർ ഉണ്ടെന്ന് അവർ പറയുന്നു. അല്ല വീണ്ടും പണ്ടത്തെ പോലെ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ അപ്പച്ചൻ വിചാരിച്ച എന്റെ മമ്മിയോട് എന്റെ കുടുംബത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല ഒത്തിരി നാൾ ജീവിക്കണം, അത് കുറച്ച് നാൾ വിശ്വസതയോടെ ദിവസം ജീവിച്ച് നല്ലൊരു സാക്ഷ്യമായി ജീവിക്കാൻ ചെയ്ത ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അപ്പൊ 2ാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്റെ മമ്മി ഇങ്ങനെ എനിക്കൊരു കുഞ്ഞു മോനില്ല മോളെ, അല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോ പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം ഈ ഭൂമിയിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഞാൻ
ഞാൻ ചോദിച്ചു, ലൈക്ക് ഇങ്ങനെ പറയാ, ഞാൻ ആ കുഞ്ഞിനെ ഉണ്ടാക്കിയതല്ല, ദൈവമാണ്. ഞാൻ ചോദിച്ചു കർത്താവ് എനിക്ക് ആൺകുഞ്ഞ്, ബിക്കോസ് എനിക്കൊരു ബ്രദർ പോയ കാരണം ദൈവന് ഒത്തിരി ആഗ്രഹം എനിക്കൊരു ആൺകുഞ്ഞ് തരണം എന്ന്. ദൈവം എനിക്കൊരു ആൺകുഞ്ഞ് ദൈവം എനിക്ക് തന്നു. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ പറയുകയാണെങ്കിൽ, ദൈവമാണ് എന്റെ ഉദ്ധരത്ത് ആ കുഞ്ഞിനെ തന്നെ. ഞാൻ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാലും ദൈവം ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനോ ദൈവം നിർത്തുവാൻ ദൈവം സർവശക്തനാണ്. പ്രൈസ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഞാനല്ല കുഞ്ഞിന്റെ ഭാവി എഴുതിയ ആള്. പക്ഷെ എന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ വരുന്നതായിട്ട് മുമ്പ് ഞാൻ ഇന്ന് പറഞ്ഞു, ഓരോ ദിവസം ഈച്ച് ആൻഡ് എവറി ഡേ എന്ന് പറയുന്നത് ഓരോ മിനിറ്റ് സെക്കൻഡ്സിനെ കുറിച്ച് പോലും ദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 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 ദൈവം നടത്തുന്നു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പൊ എനിക്ക് നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു. ദൈവം നമ്മളിപ്പോ മാർച്ച് മാസം മുതൽ ഈ സർജറിക്ക് ഡേറ്റ് തരും. അങ്ങനെ എല്ലാ ദിവസം പ്രാർത്ഥന ഒരു വിഷയം, കർത്താവ് എങ്ങനെയെങ്കിലും കർത്താവ് ഈ ഓപ്പറേഷൻ ഒന്ന് മാറ്റി കളയാനപ്പച്ച, എങ്ങനെയെങ്കിലും ഈ മുട മാറ്റി കളയാനപ്പച്ച. ബിക്കോസ് 2017 അപ്പച്ചനാണ് എന്നെ സൗഖ്യമാക്കിയത്. ഇനി വീണ്ടും അതിന്റെ പിന്നാലെ ഞാൻ ഓടാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയാലും, പക്ഷെ കർത്താവ് ഞാൻ അത്ഭുതം ബലപ്പെടുത്തണം. നാമ സെപ്റ്റംബർ സോറി ഈ ഓഗസ്റ്റ് അപ്പൊ എന്നോട് പറഞ്ഞു, സോറി ഇത് ഓഗസ്റ്റ് നടക്കുന്നത്, ജൂലൈ 28. ഇപ്പൊ ഏകദേശം ഒരു മാസം ആയില്ല. ജൂലൈ 20. അപ്പൊ ഞാൻ ജൂലൈ 20 ഒക്കെ ആയപ്പോ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു. എന്റെ PSC ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ദിവസം എത്തണം. എത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒത്തിരി ഫോൺ കോള്, പിന്നെ ഒത്തിരി എക്സ്പ്ലനേഷൻ നമ്മൾ അതിന്റെ പിന്നെ നടക്കാതെ കേട്ടത്. അപ്പൊ അവനെ വിളിച്ചു. ഞാൻ PSCക്ക് പോയപ്പോ എന്റെ PSC അന്നും ഫെയിലായി. അപ്പൊ ഡോക്ടർ എന്നെ കണ്ടു, എന്റെ സർജൻ എന്നെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്താ എന്റെ ഹെൽത്ത് കാർഡൊക്കെ എടുത്ത് നോക്കി പറഞ്ഞു, എന്റെ ദൈവം ഇത് 6 മാസം മേളിലായാലും ഒരു സർജറി ചെയ്യുന്നു. എന്താ നടക്കാത്ത, നിന്റെ സർജറി ഒന്നും നടക്കാത്ത. എന്നോട് പറഞ്ഞു, ജൂലൈ 28 എന്നൊരു ദിവസം എണീറ്റെങ്കിൽ നിന്റെ സർജറി ഉറപ്പായി നടന്നിരിക്കും. നിനക്ക് പനിയാണെങ്കിലും നിനക്ക് ചുമയാണെങ്കിലും എന്താണ് ഞാൻ സർജറി ചെയ്തിരിക്കുന്നു പറഞ്ഞു. പക്ഷെ ദൈവം മഹത്വം ഞാൻ പറയട്ടെ, എന്റെ അപ്പച്ചൻ സർവ്വശക്തനാണ്. ഹല്ലേലൂയ. അവരെങ്ങനെ പറഞ്ഞു മനസ്സിൽ ചിരിച്ച് അവരെ കാണിച്ചെങ്കിലും ഉള്ളിൽ ഭയങ്കര ഭാരമാണ്. ദൈവം എനിക്ക് സർജറി കടന്നു പോകണം. എനിക്ക് സർജറി പേടിയായിട്ടല്ല എന്റെ പ്രിയരെ ഞാൻ പറയണത്. എനിക്ക് സർജറി എല്ലാ പേടി, എനിക്ക് സർജറി ഒന്നും ഒരു പേടിയില്ല. ദൈവം ഏത് വഴി കടന്നു പോയാലും എനിക്ക് കടന്നു വിട്ടാൽ ഞാൻ അത് പോകും. ബിക്കോസ് എന്റെ അപ്പച്ചൻ എനിക്ക് തിന്മയ്ക്ക് ഒന്നും ചെയ്തില്ല. അല്ല, എനിക്കറിയാം ക്രിസ്ത്യ ജീവിതം ഒരിക്കലും എന്താ പറയുക, പട്ടുമെത്തയല്ല. അതിനകത്ത് മുള്ളുകളുണ്ട്. പക്ഷെ ആ മുള്ളുകൾ കടന്നു പോകുമ്പോൾ നമ്മളല്ല നടക്കുന്നത്, ദൈവമാണ് നമ്മൾ നടത്തണേ. ദൈവത്തിന് ഉൾക്കരത്തിലാണ് ദൈവം നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. അപ്പൊ ദൈവം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലാക്കി കർത്താവ് ദൈവത്തിന്റെ സാക്ഷ്യം എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം ഇതുവരെ നടത്തിയ ദൈവമാണ്. ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ മഹത്വം വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നാളെ ആൾക്കാർ പറയും, വിനിക്ക് സർജറി നടന്ന കാര്യം വിനി ജീവിക്കണമെന്ന് പറയും. പക്ഷെ ദൈവം ആ മഹത്വം ഞാൻ പറയട്ടെ എന്റെ പ്രിയരെ, എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ അൾട്രാസൗണ്ട് 23-ാം തീയതി അൾട്രാസൗണ്ട് കഴിഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഞാൻ അവരോട് ചോദിക്കുക, അവിടുന്ന് മുഴ പോയില്ലെന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സർജറി നോക്കാൻ പറ്റൂലോ, നിങ്ങളുടെ സ്റ്റാഫ് അല്ല, നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ എന്തോ എനിക്ക് നോക്കാൻ ഒരു മനസ്സിൽ ഇപ്പോഴും പ്രാർത്ഥന. അപ്പൊ പണ്ടോട്ട് എനിക്ക് സ്വഭാവം, എനിക്കൊരു ഡയറി ഉണ്ട്. പണ്ടും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് വല്ല ബുദ്ധിമുട്ട് സ്കൂൾ ടൈം സമയത്ത് തുടങ്ങിയതാ. എനിക്ക് വല്ല ബുദ്ധിമുട്ട് ഒരു അത് ചുറ്റും താങ്ക് യു ജീസസ്, നന്ദി യേശുവേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നന്ദി യേശുവേ എന്ന് കുറച്ച് പറയും. ദൈവം അങ്ങനെ ചെയ്തതിനായി നന്ദി, അങ്ങനെ നടത്തിയതിനായി നന്ദി, നന്ദി കർത്താവേ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബലം കിട്ടും. അങ്ങനെ അന്ന് രാത്രി ഡ്യൂട്ടി എനിക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് നൈറ്റ് ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിശപ്പിച്ച നാളെ എന്റെ 22-ാം നൈറ്റ് ഡ്യൂട്ടി, 23-ാം തീയതി അൾട്രാസൗണ്ട് നൈറ്റ് ഡ്യൂട്ടി പ്രാർത്ഥിക്കും, കർത്താവ് നീ ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്യണം. കർത്താവ് എന്റെ അപ്പച്ചൻ ഓപ്പറേഷൻ സെഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ അപ്പച്ചൻ ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് കാണത്തില്ല. എന്റെ യേശുവിനെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ബിക്കോസ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം അത് ഞാൻ പറയാൻ വിട്ടുപോയി. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ ഇവിടെ അരിമ്പാറയായിരുന്നു പ്രിയര്. അപ്പൊ അരിമ്പാറ ഇങ്ങനെ വലുതായി ഒത്തിരി ഇങ്ങനെ ഫുൾ ഒത്തിരി വന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ ഇങ്ങനെ ഹെഡ് ഗേൾ അല്ലേ. അപ്പൊ ഹെഡ് ഗേൾ ആവുമ്പോ നമ്മളിങ്ങനെ എന്താ പറയാ, അവിടെ കമാൻഡൊക്കെ നടത്തണ്ട. അപ്പൊ ടീച്ചർമാർ ചിലപ്പോൾ നമ്മൾ പിടിച്ചിങ്ങനെ സൈഡിലൊക്കെ നിർത്തും. അപ്പോൾ തൊടുമ്പോ എന്നൊരു ടീച്ചേഴ്സ് എന്നോട് പറയും, വിനിത് തൊടുമ്പോ എന്തോ പോലെ, നിനക്കത് ഇത് സർജറി ചെയ്ത് കളയാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തലയിട്ടാട്ടി ഓക്കെ മാഡം എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി കാണിച്ചു, എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സർജറി ചെയ്ത് കളഞ്ഞു. ചെറിയൊരു പാടല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ലൈക്ക് അത് തോന്നത്തില്ല. അത് പക്ഷെ ദൈവം മൊത്തം ഞാൻ പറയട്ടെ, എന്റെ 10th നടക്കി വെച്ച ഒരു എക്സാം 2-3 മാസം മുമ്പ് എന്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്റെ എക്സാമിന് വേണ്ടി ഞാൻ പോയ സമയത്ത് അതിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന എണ്ണ തേക്കുവേ. പ്രാർത്ഥന എനിക്ക് തോന്നി ചെറുതാവുന്ന പോലെ തോന്നി. പക്ഷെ പൂർണ്ണ മാറി ഞാൻ അറിഞ്ഞില്ല. നമുക്ക് പ്രാർത്ഥിച്ച് തേക്കുന്നുണ്ടല്ലോ. ഞാൻ അന്ന് എന്റെ ടീച്ചറെ അടുത്ത് ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്കൊരു ഒരു അരിപ്പാറ പോലും. അപ്പൊ ഞാൻ ടീച്ചറെ പോയി കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു അരിപ്പാറ പോലും. അപ്പൊ നീ എവിടെ നിന്നാണ് സർജറി? ഇപ്പൊ നല്ലോണം ചെയ്തൊരു പാട് പോലെ. അപ്പൊ ഞാൻ സർജറി ചെയ്യിപ്പിച്ചില്ല, എന്റെ യേശുവച്ചൻ എനിക്ക് മാറ്റിയതാണ്. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വരട്ടെ. അപ്പൊ അപ്പച്ച
അപ്പച്ചൻ സർജറി ചെയ്യേണ്ട ലൈക്ക് എനിക്ക് ഈ ലോകത്ത് സർജറി അപ്പച്ചൻ വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ. ഒരു പാട് പോലും അവിടെ ഉണ്ടാവത്തില്ല. യേശപ്പച്ച മുഴ ഒന്നും എടുത്ത് കളയ യേശപ്പച്ച. കാരണം നാളെ അല്ലെങ്കിൽ എല്ലാവരും പറയും ആ ഡോക്ടർ സർജറി ചെയ്ത കാരണം വിനി ജീവിക്കുന്നത്. ഇല്ല, വിനി യേശപ്പച്ചന്റെ കാരണകർത്താവ് ജീവിക്കുന്നത്. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. എന്നിട്ട് ഞാൻ റിപ്പോർട്ട് നോക്കുന്നില്ല. 25-ാം തീയതി ഞാൻ പോകുന്നു. 25 പോയി എനിക്ക് ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞാണ്. ഇത് ഞാൻ പറയാൻ വിട്ടു. 2023 തന്നെ, സോറി 2024 സർജറി ഒക്കെ പറഞ്ഞില്ലേ മാർച്ച് മാസം. അപ്പൊ മാർച്ച് നടുക്ക് വെച്ചിട്ട് ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞു. അപ്പൊ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞപ്പോ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ വോയിസ് ബോക്സ് കംപ്ലീറ്റ് അടഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവനാമത്തിന് വേണ്ടി ഞാൻ പറയട്ടെ എന്റെ പ്രിയരെ, അല്ലെങ്കിൽ ആ വോയിസ് ബോക്സ് ഇങ്ങനെ അടഞ്ഞിരിക്കുമല്ലേ. അപ്പൊ ഡോക്ടറിന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ദൈവത്തിന്റെ വചനം പറയാനോ ഒന്നും ദൈവം ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില ഈ സൗണ്ട് അടഞ്ഞിരിക്കും. പക്ഷെ കറക്റ്റ് വചനം പറയുന്ന സ്ഥലത്ത് തൊണ്ടനെ തുറക്കും. ദൈവനാമത്തിന് വേണ്ടി ആളാകട്ടെ. അല്ലെ ദൈവനാമത്തിന് ഞാൻ പറയുവാണ്. അല്ലെങ്കിൽ അങ്ങനെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പച്ചൻ അപ്പച്ചനെടുക്കണം. ഹല്ലേലൂയ. അന്ന് 25-ാം തീയതി എനിക്ക് ഫോൺ വരുന്നു. ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ നിന്റെ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞിട്ട് കേസ് മാനേജറെ വിളിക്കുന്നത്. ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞ് എന്നെ വന്ന് കാണാൻ പറയുന്നു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറയുന്നു. എന്റെ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞപ്പോ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതം. ഡോക്ടർ പറയുക, നിന്റെ ലെറിങ്സ് ഒരു കുഴപ്പമില്ല, 2 വാൾവ് നല്ലോണം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, വർക്കും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വർക്കിംഗ് നൈസ്ലി. നാമത്തെ പടമാറാകട്ടെ. ദൈവത്തിന് ഒരു അവയത്തെ പുതിയാക്കാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഒരു അവയം നമ്മൾ ഒരു ഓർഗന് ദൈവത്തിന് പുതിയതാക്കാൻ കഴിയും. നമ്മൾ ദൈവത്താൽ കഴിയാത്തൊന്നുമില്ല. നമ്മൾ ദൈവസന്ധ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഉത്തരം തരുന്ന ദൈവമാണ്. അതുപോലെ തന്നെ ഞാൻ തൃശ്ശൂരുള്ള എന്റെ IPC സഭയാണ്, ഞങ്ങളുടെ ശക്തൻ സ്റ്റാൻഡ് അവിടെ. ആ സഭ ഓർത്ത് നന്ദി. അവരെല്ലാവരും ശക്തമായി എനിക്ക് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ദോഹ സഭ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ബിക്കോസ് ഇതിലെനിക്ക് ശക്തമായി എനിക്ക് പ്രാർത്ഥിച്ച് എന്റെ ചർച്ചകളാണ്. അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു മെൻസേജിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ചേച്ചി എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിങ്ങനെ വിഷമിച്ചിരുന്ന ദിവസം ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കും, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഭയങ്കര ഫലമായി ഉത്തരം തരുന്ന ദൈവം കാര്യമാണ്. ഹല്ലേലൂയ. കേൾക്കുന്ന എല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങളുടെ സഭയിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടോ, നിങ്ങളോട് പോയി സമാധാനപ്പെടുത്തണം, അവരെ ബലപ്പെടുത്തണം. കാരണം നിങ്ങൾ ബലപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ മഹത്വപ്പെടുമാറാകും. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ അന്ന് എന്റെ ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞു. ലെറിഞ്ചോസ്കോപ്പി കഴിഞ്ഞിട്ട് എന്നെ അവിടുത്തെ കേസ് മാനേജർ വിളിക്കുക. അപ്പൊ കേസ് മാനേജർ എന്നെ കണ്ട കേസ് മാനേജർ എന്നോട് പറഞ്ഞു, വിനീറ്റ നിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല കണ്ടില്ല. അവന് കണ്ടു, ഒത്തിരി കാര്യങ്ങൾ ഞാൻ വായിച്ചില്ല എന്ന് പറഞ്ഞു. വായിക്കാൻ പാടില്ലായിരുന്നു ചോദിച്ചപ്പോ ഞാൻ എന്താ പറ്റിയെന്ന് പറയാൻ പറഞ്ഞു, നിനക്കറിയാം ആ മുഴ അവിടെ ഇല്ലാന്ന്. ദൈവമേ, ഞാൻ കണ്ണുനീരോട് ആ സമയത്ത് ഇമ്മീഡിയറ്റ് ഞാൻ കരഞ്ഞു പോയി ദൈവമേ. കാരണം എനിക്ക് ഒത്തിരി പ്രാർത്ഥന വിഷയം കർത്താവ് മുഴ പോണം. കാരണം മുഴ ഉണ്ടെങ്കിൽ ഉറപ്പായി സാധിക്കും. പക്ഷെ മുഴ പോയെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം നാം മോത്തപ്പെടുമാറാകട്ടെ. ദൈവം മുഴ പൂർണ്ണമായി ദൈവം മാറ്റി. എന്റെ റിപ്പോർട്ട് ഇപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് എഴുതിക്കണേ ഇങ്ങനെ ലൈക്ക് അവിടെ പ്രത്യേക ലൈക്ക് there is no evidence. അവിടെ ഒരു എവിഡൻസ് പോലും കാണാതെ ആക്കാൻ തക്കോണം എന്റെ അപ്പച്ചൻ അവിടെ സർജറി ചെയ്തു. ദൈവം ഒരു മനുഷ്യന് ഡോക്ടർ കയ്യിൽ ദൈവനെ വിട്ടുകൊടുത്തില്ല. ദൈവം അതുപോലെ അത്ഭുത ദൈവനെ നടത്തി. ദൈവം നാമോത്തപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് എന്റെ പ്രിയരെ, നിങ്ങൾ കടന്നു പോണ അവസ്ഥ ഇപ്പൊ ഏതാണെങ്കിലും, ഏത് ശാരീരികമായ വിഷമത്തിലാണ്, പക്ഷെ സൗഖ്യമല്ല പ്രിയ നമുക്ക് വലുത്. സൗഖ്യ ദൈവം നമ്മൾ തന്നാലും തന്നില്ലല്ലോ, ദൈവമാണ് സർവശക്തൻ. ആ ദൈവം നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കണോ ആ അവസ്ഥയിൽ നമ്മൾ ദൈവം മഹത്വപ്പെടുത്തുവാണെങ്കിൽ ദൈവം നമ്മൾ എടുത്ത് ഉപയോഗിക്കുവാൻ, മാനിക്കുവാൻ ദൈവം നമുക്ക് എല്ലാം നന്മയ്ക്കായി ചെയ്ത സർവശക്തൻ. ബിക്കോസ് നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനകത്ത് ഉപരി നല്ലോണം ദൈവം നമുക്കൊരു പ്ലാൻ ചെയ്യും. ബിക്കോസ് നമുക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹ വിഷയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുതം നടത്തി, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ആ സമയത്ത് കടന്നപ്പോ എന്തായാലും നിങ്ങൾ ഇത്ര ക്ഷമയോടെ എന്നെ കേട്ടു. ദൈവം നാമത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വചനം എത്തുന്ന ഓരോ ഹൃദയത്തിനുള്ള ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അപ്പച്ചൻ ജീവിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് രുചിച്ചറിയാൻ ദൈവം കൃപ തരട്ടെ. കാരണം ശരിക്കും ക്രിസ്തീയ ജീവിതം ഒരിക്കലും എന്താ പറയാ, ഇറ്റ് ഇസ് ടേസ്റ്റ് ആൻഡ് സീ. നിങ്ങൾ രുചിച്ചറിയണം. ഈ വചനത്തിന് ശക്തിയുണ്ട്. ദൈവം നമ്മൾ സംസാരിക്കുന്ന ദൈവമാണ്. നമ്മൾ കല്ലിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാച്യൂയുടെ മുമ്പിലല്ല പോയി കരയുന്നത്. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന് മുമ്പിലാ കരയുന്നത്. നിങ്ങൾ ദൈവസ്ഥാനത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കും ഞാൻ. നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് ഇനിയും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രക്ഷോഭിച്ച് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് സമയം തന്ന വചനദീപ്തി എന്ന് പറഞ്ഞ ആന്റിയോട് നടത്തുന്ന ആന്റിയോട് ഒത്തിരി നന്ദിയുണ്ട്. ഷെർലി ആന്റി മോഹൻദ്രേ, ഷെർലി ആന്റിയോട് ഒത്തിരി നന്ദിയുണ്ട്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ തന്ന ഈ സമയത്ത് ദൈവം നന്ദി പറയുന്നു. സർവശക്തൻ ദൈവത്തിന് നന്ദി പറഞ്ഞു എന്റെ സാക്ഷ്യം നിർത്തുന്നു. പ്രൈസ് ലോർഡ്. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട അമേൻ സാക്ഷ്യം. ഇന്നും അത്ഭുതങ്ങൾ കുറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം
അത് ഇന്നതെന്ന് തിരിച്ചറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകിയെങ്കിൽ ഇന്ന് ഞാനും വളരെ സന്തോഷിക്കുകയാണ്. ആമേൻ. വിശ്വാസത്തിൽ പതറാതെ ധീരതയോടെ ഇന്ന് നിൽക്കുവാൻ, ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയാകുവാൻ. ഹല്ലേലൂയ. ആമേൻ. വിനീറ്റ പോൾസിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചല്ലോ. ഇങ്ങനെ 1000 വിനീറ്റ പോൾസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ ആമേൻ വിശ്വാസത്തിന്റെ പടവുകൾ കർത്താവ് പഠിപ്പിച്ചു. ആമേൻ. ഓരോ പാഠങ്ങളും ആമേൻ ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ ആമേൻ അനുഭവ സാക്ഷ്യങ്ങൾ കോർത്തിണക്കി പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ചെറുപ്രായത്തിലെ ലഭിച്ച ദൈവകൃപ. അതാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ ബാലന്മാരെ ബാബിലോണിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുവന്നപ്പോഴും അവര് ചെറുപ്പത്തിൽ അവരിൽ ഉണ്ടായിരുന്ന വിശ്വാസം അവരെ ആമേൻ രാജകൊട്ടാരത്തിൽ വന്നപ്പോഴും അവർ ഉപേക്ഷിക്കാതെ രാജാവിന്റെ വാക്കിന്റെ മുന്നിൽ രാജഭോജനത്തെ മാറ്റിവെച്ചിട്ട് പരിപ്പും പച്ചവെള്ളവും കുടിച്ച് അവരുടെ ദൈവത്തെ പരീക്ഷിക്കുവാൻ ഇട കൊടുക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം മറ്റുള്ളവരെക്കാൾ അവർ സൗന്ദര്യമുള്ളവരും ശ്രേഷ്ഠതയുള്ളവരും ബുദ്ധിമാന്മാരും നൈപുണ്യമുള്ളവരും ഒക്കെയായി മാറിയെന്ന ആമേൻ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ചെറുപ്പക്കാരായ ബാലന്മാർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ജീവനുള്ള ദൈവമാരെന്ന് ആ ദേശത്ത് തീക്കകത്ത് കടന്നു പോയപ്പോഴും സിംഹക്കൂട്ട് കടന്നു പോയപ്പോഴും വെളിപ്പെടുത്താൻ ഇട വന്നതുപോലെ ഞാൻ ആ സാക്ഷ്യമൊക്കെ ഓർത്തു പോവുകയായിരുന്നു. എന്റെ ജീവിതത്തിലും ഇങ്ങനെ 1000 ആമേൻ സംഭവങ്ങൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. എനിക്ക് ഇതുപോലെ പലവട്ടം ഓപ്പറേഷനുകൾ പറഞ്ഞു. ഇപ്പോഴും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്റെ മുട്ടുചിരട്ട പൊട്ടി, എന്റെ ഫ്ലൂയിഡ് വേറെയായി, സർജറി പറഞ്ഞിരിക്കുക. വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സർജറി ഡോക്ടർ പറഞ്ഞു ഇനി 10% കൂടെ ഉള്ളൂ, ബാക്കി സർജറി ചെയ്താൽ വിജയിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് സർജറി വേണ്ട എന്ന് പറയിപ്പിക്കുവാൻ എന്റെ കർത്താവിനിടയാക്കി. ഇതിന് ഒരു 1.5 വർഷം മുൻപ് എന്റെ കാലിന്റെ ആംഗിള് ഇതുപോലെ ഒന്ന് സ്ലിപ്പായി, ലിഗമെന്റും അത് ടയറായി, അതിന്റെ ബോണും ഫ്രാക്ചറായി. 2 സർജറി പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ മെഡിക്കൽ കോളേജിലും പല ഹോസ്പിറ്റലുകളിലായിട്ട് പറഞ്ഞു. കൃപയാൽ 7 months ഞാൻ പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വന്നു. കുറച്ചു നാളുകൾ പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വന്നുവെങ്കിലും ഇനി നടക്കത്തില്ല, വോക്കറിന്റെ സഹായം കൂടാതെ നീ നടക്കത്തില്ല എന്ന് പറഞ്ഞുവെങ്കിൽ വിശ്വാസത്താൽ ഞാൻ പ്രഖ്യാപിച്ചു, കൃപയാൽ ദൈവം എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. 2 സർജറിയും കർത്താവ് മാറ്റി. എനിക്ക് ഇവിടെ ഒത്തിരി പറയാനുണ്ട്. ഐ മീൻ ഒരു സാറ്റർഡേയിൽ ഡോക്ടറെ കാണാൻ പോകുന്നു, സൺഡേയിൽ അഡ്മിറ്റ് ആയി, മൺഡേയിലെ എല്ലാം അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്ത് ട്യൂസ്ഡേയില് സർജറി ഫിക്സ് ചെയ്ത് വന്നിട്ട് ട്യൂസ്ഡേ ഞാൻ ചെന്നില്ല. ഡോക്ടർ ചോദിച്ചു എന്തോ പറ്റി വരാഞ്ഞത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ പൈസയുടെ കാര്യങ്ങൾ റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ട് അതിനിപ്പുറം ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഡോക്ടർ ചെന്ന് MRI ചെയ്തപ്പോൾ ആ 2 ദിവസം കൊണ്ട് എന്റെ ലിഗമെന്റ് എല്ലാം ജോയിന്റ് ആയിരിക്കുന്നു. കൃപയാൽ ഞാൻ പറയട്ടെ, ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ട്. ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയുള്ള ദൈവമാ. ആ തൊണ്ടയുടെ മുഴയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഹൃദയം സന്തോഷിക്കുകയായിരുന്നു. കാരണം ഇന്നും കർത്താവിന്റെ അത്ഭുതങ്ങൾ ആമേൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ മക്കളും ആമേൻ എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ എല്ലാവരും എന്നോട് പറഞ്ഞു സർജറി ചെയ്യണം. എനിക്ക് എന്ത് വന്നാലും പിള്ളേർ പറയും ഹോസ്പിറ്റലിൽ പോകത്തില്ല അമ്മ, പോകേണ്ടി വന്നാൽ ഞാൻ മെഡിസിൻ എടുക്കത്തില്ലെന്ന് തീരുമാനമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇത്രയോ ക്രിട്ടിക്കൽ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. കർത്താവ് അവിടെയൊക്കെയും എന്നെ വിടുവിച്ച് ഇതേപോലെ കൊച്ചു പ്രായത്തിൽ കിട്ടിയ വിശ്വാസം കർത്താവ് അത് വളർത്തി കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപ 2017 മുതൽ 2024 വരെ ക്യാൻസർ രോഗം കൊണ്ട് നടന്നെങ്കിൽ മറ്റാരും ആണെങ്കിൽ അധികകാലം നിൽക്കത്തില്ലായിരുന്നു. ഇതിനിടെ വിവാഹം നടന്നു, അതിനിടെ കുട്ടിയുണ്ടായി, ഒരു കുഴപ്പവും ഇല്ലാതെ ദൈവം സൂക്ഷിച്ചെങ്കിൽ അവസാനം ആ മുഴ അവിടെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നത് വരെയും വിശ്വാസത്തിൽ പതറാതെ ധീരതയോടെ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി. ചെറുപ്പക്കാരായ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ ആരുമാകട്ടെ, ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കാരണവുമാകും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആമേൻ പൈതലിന്റെ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. മോളെ എന്തോ പറയുന്നുണ്ട്?
ഞാൻ പറയുന്ന ഒരു കാര്യം വിട്ടുപോയി. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഡോക്ടർമാര് ഇവിടെ വന്ന് കണ്ടപ്പോ എന്നോട് ലൈക്ക് സർജറി കഴിഞ്ഞിട്ട് റേഡിയോ ആക്റ്റീവ് തെറപ്പി വേണോ ഒക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം ഒരു സർജറിയുടെ ആവശ്യം ദൈവം വരുത്താൻ മുഴ പൂർണ്ണമായി ദൈവം മാറ്റി. എന്റെ ദൈവം ക്യാൻസർ പൂർണ്ണമായി മാറ്റി. ഒരു റേഡിയേഷൻ, ഒരു കീമോതെറപ്പി, സർജറി ഒന്നും കൂടാതെ എന്റെ അപ്പച്ചന്റെ കരത്താൽ ദൈവനെ സൗഖ്യത്തോടെ ദൈവം നടത്തി. ബിക്കോസ് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞത്, എനിക്ക് പറ്റണമെങ്കിൽ പണ്ടേ പറ്റും. പക്ഷെ എന്റെ അപ്പച്ചൻ അവിടെ എങ്ങും ഒരു കുഴപ്പമില്ല. ദൈവം ഇതുവരെ എന്നെ ശക്തമായി നിർത്തി. ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. എന്റെ 2015 ഏറ്റവും ആദ്യം 2013 ഡയഗ്നോസ് ആയി. 2015 വീണ്ടും ഈ ടാറ്റ വന്ന ഡയഗ്നോസ് ആവുന്നത്. അങ്ങനെ ദൈവം ഇതുവരെ നടത്തി. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കണം എല്ലാവരും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് ക്യാൻസർ, എന്ത് ബുദ്ധിമുട്ട് കടന്നു പോകുവാണെങ്കിലും അപ്പച്ചനോട് പ്രാർത്ഥിച്ച നമ്മുടെ, ബിക്കോസ് എനിക്കറിയാം ആ വേദനകളൊക്കെ കടന്നു പോണ, ബിക്കോസ് പക്ഷെ ദൈവം നമ്മൾ നടത്തുവാൻ സർവ്വശക്തനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോളെ, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് യഹോവ സമീപസ്ഥന. കർത്താവ് കൂടെയുണ്ട്. ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലിൽ ഞങ്ങളോടൊത്ത് ഇത്രയും സമയം സാക്ഷീകരിക്കുവാനും ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്യുവാനും സാധിച്ചല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ആമേൻ കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഈ സാക്ഷി കൂടാരത്തിൽ കടന്നു വന്ന അനേകർക്ക് ആമേൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. ഇതുവരെയും അത്ഭുതങ്ങളുടെ ദൈവമായി എന്റെ മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ. തുടർന്നും കർത്താവെ, അവിടെ കുടുംബജീവിതവും കുഞ്ഞിന്റെ ഭാവിയും നിന്റെ മകളുടെ ജോലിയും എല്ലാം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. മാത്രമല്ല അതിലുപരിയായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവ് ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. അനേക വേദികൾ ഒരുക്കി കൊടുത്ത് മാനിക്കണം. കർത്താവിന് വേണ്ടി ഈ ജീവനുള്ള സാക്ഷ്യം അനേകരോട് പങ്കിടുവാൻ കർത്താവ് ഇടയാക്കണം. അത്ഭുതങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കും. ഞങ്ങൾ വിശ്വാസത്താൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആമേൻ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ ഹല്ലേലൂയ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞാൻ ഇതിന്റെ അകത്ത് നമ്പർ ഇടാം. ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ഈ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരണമെന്നും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു ഓൾ.